ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുः. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. മാണ്ഡൂക്യോപനിഷത്ത് 4 പ്രകരണങ്ങളിലായിട്ടാണ് ഉള്ളത്. ഒന്നാമത്തത് ആഗമ പ്രകരണം, രണ്ടാമത്തത് വൈദഗ്ധ്യ പ്രകരണം, 3 അദ്വൈത പ്രകരണം, 4 അലാദശാന്തി പ്രകരണം. അതിൽ മൂന്നാമത്തെ അദ്വൈത പ്രകരണമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ 5ാമത്തെ മന്ത്രമാണ്. തുടർച്ച കിട്ടാത്തവർക്കൊരു ഗണിക്കാൻ കുറച്ച് പണിയുണ്ടാവും, എന്നാലും പരമാവധി അത് നോക്കാം. യഥൈകസ്മിൻ ഗടാകാശേ രജോ ധൂമാദിഭിര്യുദേ ന സർവേ സംപ്രയുജ്യന്തേ തദ്വജ്ജീവാ സുഖാദിഭിഃ. ഏതു പ്രകാരമാണോ ഗടാകാശം രജോ ധൂമാദിഭിഹി, രജസ് ധൂമം മുതലായവയോട് യുദേ ചേർന്നതായിരിക്കുമ്പോൾ എല്ലാ ഘടാകാശങ്ങളും രജോധൂമാദികളോട് യോജിക്കുന്നില്ലാത്തത് തദ്വത് അതുപോലെ ജീവാഹ ജീവങ്ങൾ സുഖാദിഭിഹി സുഖാദികളോട് ന സംപ്രയുജ്യന്തേ യോജിക്കുന്നില്ല. ഇവിടെ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കഥാരൂപത്തിൽ ശിഷ്യനെ നോക്കിയിട്ട് ഗുരുനാഥൻ ചോദിക്കുകയാണ്, ഒരു ദൃഷ്ടാന്തം പറയാൻ പുറപ്പെടുക. ഘടാകാശം ആണോ സത്യം, മഹാകാശമാണോ സത്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഘടാകാശം എന്ന് പറയുമ്പോൾ ഘടം എന്ന് പറഞ്ഞാൽ കുടം, കുടത്തിനകത്തുള്ള ആകാശം. മഠത്തിനുള്ള അകത്തിനുള്ള ആകാശം. മഠം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്, കെട്ടിടം. മഠം കെട്ടിടത്തിനകത്തുള്ള ആകാശം. അതുപോലെ മഹാകാശം. ഈ 3 എണ്ണത്തിൽ ഏതാണ് ശരി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഘടത്തിനകത്ത് ഒരു കുടം വെച്ചിട്ടുണ്ട്. കുടത്തിനകത്തുള്ള ആകാശത്തെ നോക്കിയിട്ടാണ് ഗുരുനാഥൻ ചോദിക്കുന്നത്, ഈ ഘടത്തിനകത്തുള്ള ആകാശം ഏതാണ്? അപ്പം ശിഷ്യൻ പറയുകയാണ്, അത് ഘടാകാശമാണ് ഗുരു. അതായത് കുടത്തിനകത്തുള്ള ആകാശം, വായു അല്ല, ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലർത്ഥം അവകാശത എന്നാണ്, ഉൾക്കൊള്ളാനുള്ള കഴിവ്. അതിനാണ് ആകാശം എന്നറിയാം. എല്ലാം ആകാശത്തിലാണ്. ആകാശത്ത് നിന്ന് ഭസ്മം എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എടുക്കാം, അല്ലേ? എടുക്കാം. എന്താ, ആകാശത്തിലാണ് ഭൂമി ഉള്ളത്. ഭൂമിയിലാണ് ഒരു തട്ടിൽ ഭസ്മം വെച്ചിട്ടുണ്ട്, ഇത് ഭസ്മം എടുത്തെടുത്ത ആകാശത്തുനിന്നല്ലേ? ആണ്. ആകാശത്തിൽ ഉൾപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത് യാതൊന്നോ, അതാണ് ആകാശം. അല്ലാതെ മേലെ കാണുന്നതല്ല, അതല്ല ആകാശം.
എല്ലാറ്റിനും ഉൾക്കൊള്ളുന്നു. അതെ, ശൂന്യത എന്ന് പറയുമ്പോൾ നമ്മളെ ദൃഷ്ടിയിൽ ശൂന്യത, നമ്മളെ ദൃഷ്ടിയിൽ ശൂന്യത അല്ലാത്തതൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. വാസ്തവത്തിൽ ശൂന്യതയെന്ന് ഒന്നും ഉണ്ടാവണില്ല എന്നുള്ളതാണ്. ആകസ്മികമായിട്ടൊന്നും ഉണ്ടാവണില്ല, അകസ്മാതൊന്നും സംഭവിക്കുന്നില്ല. അകസ്മാത് പറഞ്ഞാൽ കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മളീ പറയുന്ന ഇപ്പോൾ സൗരയൂഥം എടുത്താൽ സൂര്യനടങ്ങുന്ന കുടുംബത്തിലെ സൗരയൂഥത്തിൻ്റെ നാഥനാണ് സൂര്യൻ എന്ന് പറയും. അപ്പം അനേകം സൗരയൂഥങ്ങളുണ്ടല്ലോ, അനേകം ഗാലക്സികളുണ്ടല്ലോ, മിൽക്കി വേ. അതിനെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ശാസ്ത്രം നമ്മളോട് പറയുന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെ. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഇവിടെ ശൂന്യാകാശം എന്നൊക്കെ പറയുന്നത്. നമ്മളെ മനസ്സിനൊരു അളവുണ്ട്. അത് കൂപമണ്ഡൂകങ്ങളെ പറ്റി പറയുന്ന സ്ഥലത്ത് പറയും, ഈ കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ലോകം ഏതാണ്? ആ കിണർ തന്നെയാണ്. ഇതുപോലെ നമ്മളുടെ ദൃഷ്ടി അനുസരിച്ച് നമ്മുടെ ലോകം എന്താണ്? നമ്മുടെ കാഴ്ചപ്പാടിലുള്ളതാണ്. ആ കാഴ്ചപ്പാടിൽ അതിൽ ആകാശം എന്ന് പറയാൻ തെറ്റില്ല. അത് പരിമിതമാണ്. പരിമിതമായ ബുദ്ധി കൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന അതേ ഉള്ളൂ. എന്നാൽ അപരിമിതമായ ബുദ്ധിയുള്ളവർ പറഞ്ഞത് നമുക്ക് കേൾക്കല്ലാതെ വേറെ വഴിയില്ല. ഇപ്പം എൻ്റെ ബുദ്ധി പരിമിതമാണ്, പലതുകൊണ്ടും പരിമിതമാണ്. അപ്പോൾ എന്നേക്കാൾ അപരിമിതമായ ബുദ്ധിയുള്ളവർ ഞാൻ പറയുമ്പോൾ ഞാനത് അംഗീകരിക്കുന്നു. അതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സ് വികസിതമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാവുന്നത്. അത് സൗരയൂഥം എന്നുള്ളത് നമ്മുടെ കുടുംബമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരാൾ, പുന്നപ്പാലയിൽ ഒരാൾ ഇപ്പോൾ എവിടെ മലപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ വേണ്ട അടുത്ത ജില്ലയിൽ കോഴിക്കോട് ജില്ലയ്ക്ക് ഇന്ന് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ നമ്മൾ പുന്നപ്പാല പുത്തമ്പൊയിൽ നിന്നൊന്നും പറയില്ല, വണ്ടൂരിൽ നിന്നാണെന്ന് പറയും. നമ്മൾ വണ്ടൂരല്ല നമുക്കറിയാലോ. ഇനി ഇവിടുന്ന് ഡൽഹിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും ചോദിക്കുകയാണ് എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ നമ്മളെന്ത് പറയും? ഓര് നമ്മളെ മദ്രാസിൽ നിന്നാണ് വിളിക്കുക. എന്നാലും നമ്മൾ കേരളത്തിൽ നിന്ന് പറയും. കാരണം മദ്രാസിൻ്റെ ഭാഗമായതുകൊണ്ട് ഇപ്പോഴും മലയാളികളെ കണ്ടാൽ മദ്രാസിൽ നിന്നാണ് വിളിക്കുക ഡൽഹിയിലൊക്കെ ചെന്നാൽ. പക്ഷേ എന്നാലും നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറയും. അല്ലാതെ കേരളത്തിൽ നിന്ന് ഇന്ന സ്ഥലത്തു നിന്ന് ഒന്നും പറയാൻ പോലും ഇത്തും പേരൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കേരളം എത്ര വികസിതമാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ ഒരു മൂലയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആളാണ്. എന്നാലും അതാ പറയുക. അതേപോലെ ഈ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്ത് പോയി വിചാരിക്കുക. അപ്പോൾ നമ്മളോട് എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ നമ്മളെന്ത് പറയും? ഇന്ത്യയിൽ നിന്നാന്ന് പറയും. ഇനി വേണ്ട, നമ്മൾ ഒരു വൻകരയിൽ നിന്ന് വേറൊരു വൻകരയ്ക്ക്, ഇപ്പോൾ ഏഷ്യ വൻകരയിലാണല്ലോ നമ്മളുള്ളത്, ജംബൂദ്വീപാണല്ലോ അത്. ഇതിന്ന് നമ്മൾ വേറൊരു വൻകരയിൽ പോയി വിചാരിക്കുക. അവിടെ നിന്ന് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ എന്ത് പറയും? ഞാൻ ഏഷ്യ വൻകരയിൽ നിന്നാണ്, ഏഷ്യയിൽ നിന്നാണ് വരുന്നത് പറയും. ഞാൻ ഏഷ്യനാണ്. ഇനി ഈ ഗാലക്സിയിൽ നിന്ന് വേറൊരു ഗാലക്സിക്ക് പോയി കഴിഞ്ഞാൽ അവർ ചോദിച്ചാൽ നമ്മളെന്ത് പറയും? അപ്പോൾ അവിടെ ഞാൻ സൂര്യനിൽ നിന്നാണ് വരുന്നതെന്ന്. എന്നാൽ സൂര്യനെ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഒരംഗം മാത്രമാണ് ഞാൻ. അങ്ങനെയാണ് പുരാണങ്ങളിലൊക്കെ പറയപ്പെട്ടത്. അങ്ങനെ എത്ര ഗാലക്സികളുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് അതിനൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഇവിടെ പറഞ്ഞ ആകാശം. അതൊക്കെ നമ്മുടെ പരിമിതിയാണ്. അനന്തം എന്നാ പറഞ്ഞ, അനന്തം അജ്ഞാതമാണ്. അതെ, സയൻസ് വീണ്ടും വീണ്ടും നാളെ മാറ്റി പറയും. ഇന്ന് കണ്ടെത്തിയതേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളെ കണ്ടെത്തലിന് എത്രയോ ഉപരിയാണ്. അതെ, അനന്തകോടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സംശയമില്ലല്ലോ. ഇനി അതേ ശാസ്ത്രം തന്നെ പറഞ്ഞ അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കൽ എങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു? ഒരു കഥയും കണ്ടിട്ടില്ല. എന്നിട്ട് നമ്മളങ്ങനെ അഭിമാനിക്കുക, ഞാൻ അറിയില്ലേ, എനിക്കിതൊക്കെ അറിയാം. ഈ ഒരു സിനിമയിലുണ്ടായിരുന്ന ഒരു ഡയലോഗ്, ആരോടാന്ന് ഓർമ്മ വരുന്നില്ല. അതിൽ ചോദിക്കേണ്ടത് സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് അല്ലേ, കേട്ടിട്ടുണ്ടോ? അതിൽ മമ്മൂട്ടിയാന്ന് തോന്നുന്നു അതിന് മറുപടി അറിയുന്നുണ്ട്. സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത് പറയുന്നത്. ഏതോ ഒരു സിനിമയിൽ ഒരു ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നത് കിഴക്കാണ് ഉദിക്കുന്നതെന്ന് മറ്റേ ആൾ പറഞ്ഞപ്പോൾ ചോദിച്ച ആൾ കിഴക്കല്ലേ ഉദിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു അല്ല, എവിടെയാണോ ഉദിക്കുന്നത് അത് കിഴക്കാണ്. അതല്ലൊരു പോയിന്റ്, അത് വേദാന്താണ്.
അല്ല സൂര്യൻ കിഴക്കുദിക്കുന്നില്ല. കാരണം സൂര്യനടക്കം ഉള്ളത് കറങ്ങുകയാണ്. സൂര്യൻ കറങ്ങുന്നില്ല എന്ന് ഒരു കേന്ദ്രം നിശ്ചയിക്കുമ്പോഴാണ് ഭൂമി കറങ്ങുന്നത്. ആ സൂര്യനും കറങ്ങുകയാണെന്നുണ്ടാലോ, കറങ്ങണതാണല്ലോ. ഇവിടെ ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇതിനൊക്കെ കൂടെ മൊത്തം പറഞ്ഞത് ജഗത്ത്. ജഗത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ജഗതീതി ജഗത്ത് എന്നാ, ചലനാത്മകമായത് എന്നാ. ചലിക്കുന്നത് മുഴുവൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ ചലിക്കാത്തത് എന്താ ഉള്ളത്? ഓടുന്ന പ്രതലത്തിന് ഓടുന്ന വാഹനങ്ങൾക്ക് ഒരു ഓടാത്ത പ്രതലം വേണം. അതിനെയാണ് ഇവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞത്, ബ്രഹ്മം എന്ന് പറഞ്ഞത്. കാരണം ഒരു വാഹനം ഓടണം എന്ന് വിചാരിക്കുക. ആ ഓടുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓടാത്ത ഒരു റോഡുള്ളതുകൊണ്ട്. ആ റോഡ് ഇളകുന്ന അതേപോലെ ഓടുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അത് നിശ്ചലമായിട്ട് നിൽക്കും. അപ്പം ആ എല്ലാം ഓടുകയാണെങ്കിൽ നിശ്ചലമായിട്ട് തോന്നും. വാസ്തവത്തിൽ തോന്നലാണ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭൂമി മാത്രമല്ല, സർവവും കറങ്ങുകയാണ്. കറങ്ങാത്തത് ഒന്നേ ഉള്ളൂ, എല്ലാം കറങ്ങുന്നതിന് കാരണമായിരിക്കുന്ന കാരണാന്തരം ശേഷിക്കാത്ത കാരണത്തിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ, നശ്യതേ എന്നുള്ള ഒരു ഈ 6 ഘടകങ്ങളിലൂടെയാണ് വേണം കടന്നു പോകണം. ഏത് ജീവി ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? അസ്ഥി. അസ്ഥി എന്ന് പറയുമ്പോൾ ഉണ്ട്. എപ്പോൾ? ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ഉണ്ട് എന്നറിയപ്പെട്ടു. കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ട്, കുട്ടിയുണ്ട്. ഒരു ദിവസം കുട്ടി ജനിച്ചു, ജായതേ, ജനിച്ചു. പിന്നെ പെട്ടെന്നാണ് വളരുന്നത്. കുട്ടികൾ പെട്ടെന്നാണ് വളരുന്നത്. ആ തോതിൽ വളർന്ന ഈ ബിൽഡിങ്ങൊന്നും മതിയാവില്ല. കുട്ടികളാകുമ്പോൾ, കൊച്ചു കുട്ടികളാകുമ്പോൾ വേഗം വളരും. അതിന് വളർച്ചയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ വർദ്ധതേ അടുത്തത്. എന്നും അതേ തോതിൽ വളരുന്നില്ല, പിന്നെ വളർച്ചയ്ക്കല്ല പ്രാധാന്യം. പിന്നെ ഏകദേശം ഈക്വലാണ്, സമമായിട്ടാണ്, അല്ലേ? അതായത് വളർച്ചയും തളർച്ചയും ഒരേപോലെയാണ്. പിന്നെ വർദ്ധതേ, വിപരിണമതേ, മാറ്റങ്ങൾ സംഭവിക്കുന്നു. താടി മീശയൊക്കെ വരുന്നു, അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മാറ്റങ്ങൾക്കാണ് പ്രാധാന്യം. പിന്നെ അപക്ഷീയതേ, കോശങ്ങൾ നശിക്കുന്നു, അതിനനുസരിച്ചിട്ട് വളരുന്നുമില്ല. അപ്പം തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ് വയസ്സായല്ലോ എന്നൊക്കെ പറയും, അല്ലേ? അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കറുപ്പൊക്കെ തേച്ചാലും അല്ലെങ്കിൽ അറ്റ്ലസ് ജ്വല്ലറിക്കാരൻ്റെ മാതിരി 10 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കിയിട്ട് മുഖത്തെ ചുളിവ് മാറ്റാൻ പോയാലും അതിന് മറച്ചൊക്കെ അധികം കാലമൊന്നും പറ്റില്ല. അതൊക്കെ ഇടയ്ക്കൊക്കെ പ്രകടമാവും. അത് സ്വാഭാവിക പ്രക്രിയയാണ്. അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ. ഒരു ദിവസം കേട്ടു, അയാൾ പോയിട്ടോ, ഇന്നലെയും കൂടി കണ്ടതായിരുന്നു പറയും, അല്ലേ? ഇത്രയേ ഉള്ളൂ പണി. ഈ ഒരു കറക്കമാണ് ഉള്ളത്. അപ്പം ഇതൊക്കെ കറങ്ങണം, ഇതൊരു ചലനാണ്. അതിന് ചലിക്കാത്തൊരു അടിസ്ഥാനം വേണ്ടേ? ഇത് ചലനാണല്ലോ, മാറ്റം ചലനാണല്ലോ. ആ മാറ്റത്തിന് മാറാത്ത ഒരടിസ്ഥാനം കൂടിയേ തീരൂ, അതാണ് ഈശ്വരൻ. അപ്പം ഏതാണ് ഈശ്വരൻ? തന്നിൽ താനായി മാറ്റമില്ലാതെ ഞാനെന്ന് സ്ഫുരിക്കുന്ന അതിനെയാണ് അവിടെ പറയുന്നത്. എന്നിൽ ഞാനായും സർവത്തിലും അതായി നിലകൊള്ളുന്നത്. അതിനെയാണ് അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ പറഞ്ഞതും തത്വമസി എന്നുള്ള മഹാവാക്യത്തിലൂടെ ചൂണ്ടിക്കാണിച്ചതൊക്കെ. അതിനെ തന്നെയാണ് ഇവിടെ ചോദ്യം. 3 ശിഷ്യന്മാരോട് ഗുരുനാഥൻ ചോദിക്കുന്നത്, മഠത്തിനകത്തുള്ള കുടത്തിൽ ഉള്ള ആകാശം ഘടാകാശമാണോ, മഠാകാശമാണോ, മഹാകാശമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഗുരു അത് ഘടാകാശമാണ്. അടുത്ത ശിഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് മഠാകാശമാണ്. മറ്റേ ശിഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മഹാകാശമാണ്. 3 ശരിയാ. ഏത്? അവരവരുടെ ബുദ്ധിൻ്റെ അളവനുസരിച്ച്, വികസിതമായ അവസ്ഥ അനുസരിച്ച്, ഏറ്റവും ഗുഡ്സുമുറിയിലിരിക്കുന്ന ആളുടെ ബുദ്ധി അനുസരിച്ച് ഇത് ഘടാകാശമാണ്. കാരണം ഘടത്തിനകത്തുള്ള ആകാശം ഘടത്താൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്താണ്? ഘടാകാശമാണ്. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈശ്വരൻ എന്ന് പറയുന്നത് ആരാണ്? പ്രത്യേകാത്മാവാണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ, പ്രത്യേക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഞാനെന്ന് സ്ഫുരിക്കുന്നതാണ് എന്ത്? ഈശ്വരൻ എന്ന് പറഞ്ഞു. ശരിയല്ലേ? ശരിയാണ്. അതിനെന്നെ എത്രയോ ഉയരണം, അത് മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ ആ ആളോട്, മറ്റേ ആളോട് ചോദിച്ചു, അത് പ്രത്യേകാത്മാവ് ഉള്ളിലിരിക്കുന്നവനാണോ? പാത്രത്തിലിട്ട ഇലന്തിപ്പഴം പോലെ പ്രതിശരീരം ഭിന്നനാണോ ആത്മാ, ഈശ്വരൻ? ചോദ്യം വന്നു. അതും ജഡമായ
ശരീരത്തിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നതാണോ ജഡമല്ലാത്ത ചൈതന്യം? രാമായണത്തിൽ ചോദിക്കുന്നതല്ലേ, ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ. അനേകം ജലാശയങ്ങളിൽ സൂര്യൻ പ്രതിഫലിക്കുമ്പോൾ അത് ആ ജലാശയത്തിൻ്റെ ആകാരത്തിൽ വിളങ്ങുമ്പോൾ എന്തുണ്ട്, അതിൽ ഓളങ്ങൾ വെട്ടുന്നതായിട്ടും സൂര്യൻ ഏങ്കോണിച്ച് നിൽക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ടല്ലോ. അതല്ലേ ശരിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അതും ആണ്. വാസ്തവത്തിൽ അതൊക്കെ ആപേക്ഷികങ്ങളാണ്. ഇപ്പോൾ പ്രത്യേകാത്മാവ് എന്ന് പറയുമ്പോൾ എന്നിൽ ഞാനായി നിലകൊള്ളുന്നത്, സർവത്തിലും അതായി നിലകൊള്ളുന്ന ചൈതന്യം എന്ന് പറയുമ്പോൾ അത് ശരീരമാകുന്ന ആ പരിധിയിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ എന്ന് വെച്ചാൽ ശരിയാണ്. എന്തുകൊണ്ട്? ഈ ശരീരം എന്നുള്ള പരിധി ഒഴിവാക്കിയാൽ അത് മഠാകാശമായി. ഇപ്പം നമ്മൾ മഠത്തിനുള്ളിലായിരിക്കുന്നത്, മഠത്തിനുള്ളിലാണ് കുടം വെച്ചത്. കുടത്തിനുള്ള ഉള്ളിലുള്ള ആകാശവും എന്താണ്? മഠാകാശമാണ്. അവിടെ കുടം എന്നുള്ള പ്രതലം മാറ്റിയാൽ മതി, മനസ്സെന്ന് മാറ്റിയാൽ മതി. അപ്പം മറ്റേ ശിഷ്യനോട് ചോദിച്ചപ്പോൾ മറ്റേ ശിഷ്യ അല്ല ഇത് മഹാകാശമാണ്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ ആ മഹാകാശത്തിലാണ് മഠം ഇരിക്കുന്നത്, മഠത്തിനകത്താണ് ഘടം ഇരിക്കുന്നത്. ഘടത്തിനകത്തുള്ള ആകാശം ഏതാണ്? മഹാകാശമാണ്. തെറ്റല്ലല്ലോ, ശരിയല്ലേ? ഇപ്പം നമ്മളെവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു ഈ ബിൽഡിങ്ങിനകത്താണ്. വാസ്തവത്തിൽ നമ്മൾ അകത്തുമല്ല പുറത്തുമല്ല. ഈ ജഡമായ ചുമരിനെ അപേക്ഷിച്ചിട്ടുള്ള ശബ്ദമാണെന്ത്? ഞാൻ അകത്തിരിക്കുന്നുള്ളു. അപ്പം ജഡമായ ചുമരിനെ അപേക്ഷിച്ചിട്ട് ഘടമല്ലാത്ത എന്നെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? വ്യവഹാരത്തിലുണ്ട്. ചുമര് ജഡമാണ്. ആ ജഡമായ പദാർത്ഥത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ജഡമല്ലാത്ത എന്നെ ഈ ജഡത്തിനെ അപേക്ഷിച്ചുകൊണ്ട് പറയപ്പെട്ടു. അത്രയേ ഉള്ളൂ. ഇതുപോലെ ശരീരത്തിൻ്റെതായ പരിമിതിയിലെ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്നതാണ് എന്നൊക്കെ നമ്മൾ വ്യവഹരിക്കുന്നു. അപ്പം ഇത് മനസ്സിലായി കഴിഞ്ഞാൽ വ്യാവഹാരിക തലത്തിലോട്ട് പാപ്പരാവുന്നുമില്ല, പാരമാർത്ഥികമായിട്ട് ഈ തലത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. പാരമാർത്ഥികമായിട്ട് എനിക്ക് പ്രത്യേകമായ ഒരു വ്യക്തിത്വമില്ല. എൻ്റെ വ്യക്തിത്വം ഏത് വ്യക്തിത്വമാണ്? ആ പരമമായ ചൈതന്യത്തിൻ്റെ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വ്യക്തിത്വം എനിക്കില്ല. എപ്പോഴാ നമ്മൾക്ക് ഈഗോ, അഹങ്കാരം വരുന്നത്? പരിമിതമായ വ്യക്തിത്വം ഉണ്ടാവും. കാരണം മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തനാകുമ്പോൾ പലതരത്തിലാണ്. ഞാൻ സ്ത്രീ, ഞാൻ പുരുഷൻ, ഞാൻ കുലീനൻ, ഞാൻ വിദ്യാസമ്പന്നൻ, ഞാൻ വിദ്യയില്ലാത്തവൻ, ഞാൻ സന്യാസി, ഞാൻ ബ്രഹ്മചാരി, ഞാൻ സാധാരണക്കാരൻ, മറ്റുള്ള അസാധാരണക്കാരൻ. ഈ വ്യവഹാരങ്ങളൊക്കെ എവിടെ വരുന്നത്? ഒക്കെ ഈ പരിമിതമായ വ്യക്തിത്വം വയ്ക്കുമ്പോഴാണ്. വാസ്തവത്തിൽ ഞാൻ ആരാ? അതാണ് മാണ്ഡൂക്യോപനിഷത്തിന്റെ വിഷയം. അതുകൊണ്ടാണ് മാണ്ഡൂക്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാല്ല എന്നാണ്. ഈശം, കേനം, കടം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ചാന്തോക്യം, ബൃഹദാരണ്യകം എന്നുള്ള ദശോപനിഷത്തുകളിൽ മാണ്ഡൂക്യം മാത്രം പഠിച്ചാൽ മതി, മറ്റൊന്നും പഠിച്ചോളണമെന്നില്ല. പക്ഷെ അത് പഠിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇതിൽ കഥകളോ പൊടുപ്പും തുങ്ങലും കൂട്ടി പറച്ചിലോ ഒന്നുമില്ല. നമ്മുടെ തലത്തേക്ക് ഇറങ്ങിയെന്ന് പറയല്ല, നമ്മൾ അങ്ങോട്ട് കയറി പോകാൻ വേണം. ഗൗരീശങ്കരൻ കയറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഗൗരീശങ്കരൻ ഏതാണെന്നറിയില്ലേ? എവറസ്റ്റ് കൊടുമുടി. എവറസ്റ്റ് കൊടുമുടി കയറണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്തേക്ക് അത് ഇങ്ങോട്ട് ചാഞ്ഞു വരുമൊന്നുമില്ല, നമ്മൾ തന്നെ കയറി പോകണം. അതേപോലെ ഈ പരമാർത്ഥ സത്യത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ബുദ്ധി ഏകാഗ്രവും നമ്മുടെ ബുദ്ധി നിശ്ചയാത്മികയാ ബുദ്ധിയാക്കും വേണം. രണ്ട് തരം ബുദ്ധികൾ പറയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വ്യവസായാത്മിക ബുദ്ധി, ഏകേഹ ഗുരുനന്ദന, ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായിന. ഗീത 7-ാം അധ്യായം. രണ്ട് ബുദ്ധികൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ജപധ്യാന ഏകാഗ്രതകൾ സമ്പാദിച്ചവരുടെ ബുദ്ധി ഏതാണ്? വ്യവസായാത്മിക ബുദ്ധി. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇളകാത്ത നിശ്ചയദാർഢ്യത്തോടു കൂടിയ ബുദ്ധി. ബഹുശാഖാഹ്യനന്താശ, അങ്ങനെയുള്ള ബഹുശാഖകളായിട്ട്. അതിന് ഗീതയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കാമാത്മാന സ്വർഗപര ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം
എന്ന് പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പലതിലേക്ക് തീർത്തും പരിമിതങ്ങളായവയിലേക്ക് പലവിധ ആഗ്രഹങ്ങളാൽ കുടുങ്ങിപ്പോകുന്നവരെ സംബന്ധിച്ച് അവരുടെ മനസ്സ് ഏകാഗ്രമല്ല, ചഞ്ചലമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ പരമമായ സത്യത്തെ അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണത് അറിയാൻ സാധിക്കാത്തത്. അപ്പം ഈ ഘടവും മഠവും പോയാൽ എന്തായി? പിന്നെ മഹാ ഇല്ല. ആപേക്ഷിക ശബ്ദമാണ് മഹാകാശം, ആകാശമേ ഉള്ളൂ. അതുപോലെ വ്യക്തിത്വം പോയി കഴിഞ്ഞ് നമ്മുടെ പരിമിതമായ വ്യക്തിത്വം പോകുമ്പോൾ എന്തായി? ഞാനാരാ? വലിയ ഞാനാ. അതുകൊണ്ടാണ് ഹരിനാമകീർത്തനം വേണ്ടത്, ഒന്നുകിൽ ആ വലിയ ഞാനാവും, ഈ ചെറിയ ഞാനാവണ്ടാകും. ചെറിയ ഞാനാണ് അഹങ്കാരം, അല്ലേ? ഞാൻ ആരാ ഞാനെന്നറിയില്ലേ? ആ ഞാനല്ല, ആ ഞാനാണ് കുഴപ്പക്കാരൻ. മറിച്ച് വലിയൊരു ഞാനാണ്, ഞാൻ തന്നെ. എന്താ വേണ്ടത്? അത് ഏത് ഞാനാ? അതാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള ബോധത്തിൽ നിന്നുണ്ടാവുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പം യഥൈകസ്മിൻ ഘടാകാശേ രജോ ധൂമാദിഭിര്യുതേ ന സർവേ സംപ്രയുജ്യന്തേ തദ്വജ്ജീവ സുഖാദിഭിഹി. അപ്പം രജോധൂമാദികളോട് യോജിക്കുന്നില്ലാത്തത്, രജോധൂമാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം, ഈ ഘടത്തെ മഠത്തെ ഒക്കെ പൊടികളും പുകകളും ഒക്കെ ആവരണം ചെയ്യപ്പെടും. അതുപോലെ ഘടത്തെയും മഠത്തെയും അഴുക്കുപുരളും. ഇപ്പോൾ അവിടെ തീ പുകയുമ്പോൾ ഇവിടെ പുക വരും, പുക കൊണ്ടിരിക്കാൻ പറ്റാതാവും. അതുപോലെ പൊടി ചളിയൊക്കെ വരും, അടിച്ചു കാര്യം തുടക്കുകയൊക്കെ വേണം. ഇതൊക്കെ ഏതിനെയാണ് ബാധിക്കുന്നത്? ആകാശത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. ആകാശം അപ്പോഴും അല്ലേ, ഒരഴുക്കും പുരളാതെ, ഒരു മാലിന്യവും പുരളാതെ, ഒരഹങ്കാരവും തീണ്ടാതെ ഇരിക്കുക ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ പുരളുന്നത് എവിടെയാണ്? ഘടത്തിലും മഠത്തിലും എന്ന പോലെ ഈ ശരീരം ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കാലത്തോളം സർവ കുഹകങ്ങളും മാലിന്യങ്ങളും വന്നു ചേരുന്നത് അതിനെയാണ്. ഇത് മാറ്റിക്കഴിഞ്ഞാലോ ഒന്നും വന്ന് തന്നോട് പറ്റാതെ, ഒന്നിനും ചെന്നു താനും വലയാതെ, ഒന്നിനാലും ബാധിക്കപ്പെടാതെ പറ്റിക്കോട്ടെ എനിക്കെന്ത് വേണമെന്നുള്ളത് നിസ്സംഗനായി തീരുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം ഉണ്ടല്ലോ, ഒന്നും ബാധിക്കപ്പെടാതെ. ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഓടിയിട്ട് കാര്യമില്ല, ബാധിക്കപ്പെടാതിരിക്കണം. അതാണ് ഇവിടെയും പറഞ്ഞത്, രജോധൂമാദികളോട് യോജിക്കുന്നില്ലാത്തത്. ഏത്? ആകാശം. അതുപോലെ അതുപോലെ ജീവാഹ, ജീവങ്ങൾ സുഖാദിഭിഹി, സുഖാദികളോട് ന സംപ്രയുജ്യന്തേ, യോജിക്കുന്നില്ല. ജീവാദികൾ എന്ന് പറയുകയാണ്. ജീവാദികൾ എന്ന് പറഞ്ഞാൽ ജീവനും ആത്മാവും രണ്ട്, പരമാത്മാവും ജീവാത്മാവും രണ്ടുണ്ട്. ഈ ശരീരത്തിൽ തന്നെ പ്രതിഫലിക്കുന്ന ചൈതന്യത്തെയാണ് നമ്മൾ ജീവാത്മാവ് എന്ന് പറയുന്നത്. അതായത് സ്ഥൂല ശരീരമാണ് മരിക്കുന്നത്, സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ് മനസ്സ്, ബുദ്ധി, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മവശം. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കാണുന്നതല്ലല്ലോ, ഇന്ദ്രിയം സൂക്ഷ്മമാണല്ലോ. അതുകൊണ്ട് അതിൽ വാസനാരൂപത്തിൽ ശേഖരിച്ചു വെച്ചതാണ് പുഷ്പത്തിലെ ഗന്ധത്തെ കാറ്റ് അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ അടുത്ത ജന്മത്തിന് കാരണമാവുന്നു. അപ്പം ജീവൻ എന്ന് പറയുമ്പോൾ എത്ര കാലമായി നമ്മൾ ജനിച്ചിട്ടെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ത്രികാലജ്ഞാനികൾക്ക് അറിയുമായിരിക്കാം. കാരണം ഒരു നേർരേഖ വരച്ചാൽ അതിന് പിന്നോട്ടും മുന്നോട്ടും നീട്ടാലോ, അതിനനുസരിച്ചിട്ട്. അപ്പോൾ അവർ പറയും, ശാസ്ത്രങ്ങളിൽ പറയും 84 ലക്ഷം സ്പീഷീസുകളായിട്ട് പരിക്രിയ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അവിടെ എത്തിയത്. 84 ലക്ഷം ഒരു കണക്കാണ്. അത് ശാസ്ത്രം അങ്ങനെ പറഞ്ഞു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അറിയാത്തത് അപരിമിതമായ ബുദ്ധിയുള്ളവർ പറയുമ്പോൾ കേൾക്കുക എന്നല്ല, എനിക്ക് വേറെ വഴിയില്ല. അവരങ്ങനെ കണക്ക് പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ.
എന്നാൽ തന്നെ എത്രയായി? നമ്മുടെ ചിന്തയ്ക്ക് ഉപരിയാണത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ജന്മത്തെ ശരിക്കും വിലയിരുത്താൻ കഴിഞ്ഞാൽ പൂർവ പര വിലയിരുത്താൻ സാധിക്കും. കഴിഞ്ഞതിൽ ഞാൻ ആരായിരുന്നുവെന്നും നാളെ ഞാൻ ആരാവുമെന്നും നിശ്ചയിക്കാം. അത് പ്രത്യക്ഷമായിട്ട് വിലയിരുത്തുന്ന ഒരാൾക്ക് സാധിക്കില്ല. പ്രത്യക്ഷമല്ല അവിടെ പ്രമാണം. എന്താ? അതുകൊണ്ടാണല്ലോ ആശ്രമത്തിലൊക്കെ പോയിട്ട് ഒരാൾ പഠിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 1 കൊല്ലം അന്തേവാസിയായിട്ടിരിക്കുമെന്ന് പറയും. 1 കൊല്ലം അന്തേവാസിയായിരുന്നിട്ട് ഇനി വേണമെങ്കിൽ എന്തും ചോദിച്ചോളൂ എന്ന് ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇനി എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഇന്നത് പരിധിയൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാരണം ആ 1 കൊല്ലം കൊണ്ട് നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഗുരുനാഥന് മനസ്സിലാവും. അപ്പോൾ ഗുരുനാഥന് പോലും മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളേതാ. നോക്കണേ, കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷെ അവർക്കും കൂടി പഠിക്കണം, വിലയിരുത്തണമെങ്കിൽ എന്ത് വേണം? 1 കൊല്ലം ഗുരുവിനോട് ഒത്ത് താമസിക്കണം. അപ്പോൾ എന്താ, എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ തനി സ്വഭാവം പൊന്താതിരിക്കില്ല. ചപ്പട്ടയും ചൊറിയും പോലെ അത് ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പൊന്തി വരാനുള്ള മരുന്ന് കൊടുക്കും. അതെ, അത് തെറ്റല്ല, എന്നിട്ട് അത് ഉണങ്ങിപ്പോണം. അതായത് തെറ്റല്ല. ഓരോരുത്തരും എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ അവിടെ നിന്നേ അവരെ ഉയർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗുണത്തിലേറെ ദോഷമാണ്. എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു അമൃതാനന്ദി മഠത്തുനിന്ന് ഒരു പെൺകുട്ടിയല്ല, യുവതിയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരട്ടെ, ഞങ്ങൾ വേദാന്തം പഠിക്കണം എന്നുണ്ട് പറഞ്ഞപ്പോൾ, എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വരാം, പ്രശ്നമില്ല, ഭർത്താവ് ഉപേക്ഷിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താ വന്നാൽ പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വന്നു, പഠിച്ചു. 1 കൊല്ലം അവിടെ വേദാന്തമൊക്കെ പഠിച്ചു, വ്യാകരണമൊക്കെ പഠിച്ചു, നല്ല ഉഗ്രനായിട്ട് പഠിച്ചു. 1 കൊല്ലം ഏകദേശം കഴിയാനായപ്പോൾ ഒരു ദിവസം ഒരു ലെറ്റർ, ആ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പോവുകയാണ്, ഞാൻ ഭർത്താവുമായിട്ട് തെറ്റിയത് നല്ലതല്ല എന്ന് തോന്നി, ഞാൻ തുടർന്ന്. അപ്പോൾ അത് പറയാൻ പഠിച്ചിട്ടാണ് എഴുതി വെച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ദിവസം രാത്രി ചർച്ച ഉണ്ടാവും. ആ ചർച്ചയിൽ സ്വാമിജി ചോദിച്ചു, ഗുരുനാഥൻ ചോദിച്ചു, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അപ്പോൾ പലരും പറഞ്ഞു, ശരിയായില്ല, ഓൾക്ക് ഇത്രയും കാലം നിന്നിട്ടും ഓൾക്ക് ഇങ്ങനെയാണല്ലോ തോന്നിയത് എന്ന് പറഞ്ഞു. അല്ല, അവർ ചെയ്തതാ ശരിയെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവരെ ഏത് തലത്തിലാണെന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ ഈ 1 കൊല്ലം ആവശ്യമായി. അവരവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? സംഘർഷമായിരിക്കും അവർക്ക്, അല്ലേ? നീർക്കോലി തവളേനെ പിടിച്ചാൽ കാണാൻ രസമുണ്ട്. തവള നീർക്കോലിനെ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത് വിടാനും വയ്യ, അല്ലേ? ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള സ്ഥിതി. അത് ഈ ജീവിതം മുഴുവൻ നരകാണത്. സന്യാസ ജീവിതം എന്നുള്ളത് ശരിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പരമാനന്ദത്തിൻ്റെ മേഖലയാണ്. പക്ഷേ അതിനെ പാകമാവാതെയാണ് പോയത് വെച്ചാൽ അതെന്താവും? സന്യാസം ദുഃഖം ആപ്നുയാതും, അത് ദുഃഖത്തിനായിത്തീരുന്ന. അപ്പം ഈ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ആര് എവിടെ എത്തിയിരിക്കുന്നുള്ളത് മോശമല്ല. അത് ഓരോരുത്തരും എത്തിയതേ ആവാൻ പാടുള്ളൂ. അത് എത്തിയതുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇരുട്ടത്ത് വെച്ചാൽ കലത്തിൻ്റെ ഓട്ട കാണില്ല, വെളിച്ചത്ത് വെച്ചാലേ കാണും. ഇല്ല, ഒരു കലം കൊണ്ടുവന്നിട്ട് വെളിച്ചത്ത് വെച്ചാൽ അതിൻ്റെ ഓട്ട കാണും. ഇരുട്ടത്ത് വെച്ചാൽ കാണുമോ? ഇല്ല. അപ്പോൾ വെളിച്ചത്തിൻ്റെ അടുത്ത് വെച്ചാലേ അതിൻ്റെ ഓട്ട തെളിഞ്ഞ് കാണുള്ളൂ. ഇതുപോലെ വെളിച്ചത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കുമ്പോഴേ അറിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല, നമ്മൾ ചിലപ്പോൾ എത്തി എന്നൊക്കെ പറയും. നമ്മൾ ഋഷികേശിൽ സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോയി ഈ വസിഷ്ഠ ഗുഹയിൽ പോയി. അവിടെ ഒരു ചൈതന്യാനന്ദ സ്വാമികളുണ്ടായിരുന്നു. 40 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. ആ ഗുഹയിൽ നമ്മൾ ചെന്നു, സന്യസിക്കാനാണ് പോണത് കേട്ടോ. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ വാക്കാ, ഗംഗാനദി ഇങ്ങനെ കുത്തിയൊലിച്ചൊഴുകുകയാണ്. അവിടെ നല്ല ഒഴുക്കാണ്. അതായത് വസിഷ്ഠ ഗുഹേൻ്റെ തൊട്ട് മുന്നിൽ അരുന്ധതി ഗുഹയുണ്ട്. അരുന്ധതി ഗുഹേൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. അങ്ങനെയാണ്. അതിലിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ നമ്മൾ ചാടി അക്കരെ എത്തും തോന്നുന്നു, നടുക്കായാലോ എന്ന്. വേഗം സ്ഥലം വിടാൻ പറഞ്ഞു, ഓടിച്ചു കടന്ന്. കാരണം അതിശക്തമായ ഒഴുക്ക്. അവിടെ കുളിക്കണം എന്നുണ്ടെങ്കിൽ ചങ്ങല പിടിച്ചിട്ടേ മുങ്ങാൻ പറ്റുള്ളൂ. കുറേ താഴ്ത്തേക്ക് ഇറങ്ങി പോകണം. പോയിട്ടില്ലേ അവിടെ? അരുന്ധതി ഗുഹയ്ക്ക് വെള്ളമൊക്കെ കയറും എപ്പോഴും.
അപ്പോൾ അതിൽ പെട്ടുപോകരുത് എന്നുള്ള അപാരമായ കരുണ കൊണ്ടാണ് അവർ പറയുന്നത്. അത് തെറ്റല്ല, ഓരോരുത്തരും എത്തിയെടുത്തുനിന്നാണ് ഉയരേണ്ടത്. അതുകൊണ്ടാണല്ലോ വൃദ്ധോപസേവയാ വിജ്ഞാനം എന്ന് പറയാൻ കാരണം. വൃദ്ധന്മാരെ സേവിക്കുന്നതാണ് അറിവിനുള്ള അടിസ്ഥാനം. ആരാ വൃദ്ധന്മാർ? വയോവൃദ്ധനല്ല, ജ്ഞാനവൃദ്ധനാണ്. രണ്ടും ആയാലും കുഴപ്പമില്ല. ഇപ്പം ശങ്കരാചാര്യ സ്വാമികൾ വൃദ്ധനായിരുന്നു. ഏത് വൃദ്ധനാ? വയോവൃദ്ധനല്ല, ജ്ഞാനവൃദ്ധനായിരുന്നു. ജീവൻ എത്ര കാലമായി ജനിച്ച് മരിച്ച് വന്നിട്ട് അതറിയണമെങ്കിൽ എന്ത് വേണം? അറിയുന്നവർക്ക് അറിയും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ആ ജീവങ്ങൾ സുഖാദിഭിഹി, സുഖാദികളോട് ന സംപ്രയുജ്യന്തേ, ആ ജീവൻ അങ്ങനെ പ്രചരിച്ച് മാറി വന്ന് ഇപ്പം കാണും. അപ്പം ജീവൻ വാസ്തവത്തിൽ ജീവൻ എല്ലാവർക്കും പ്രകടീകരണം ഒന്നല്ല. ആനയിലുള്ള ജീവനും ഉറുമ്പിലുള്ള ജീവനും മനുഷ്യനുള്ള ജീവനും ഒന്നല്ല. എന്താ? പക്ഷെ ആത്മാവ് ഒന്നാണ്, ചൈതന്യം ഒന്നാണ്. ഇപ്പം ചൈതന്യത്തെ കാണുന്ന ഒരാൾക്ക് വിദ്യ വിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശോഭാകേച്ച പണ്ഡിത സമദർശിന. അതേസമയത്ത് ജീവൻ്റെ പ്രകടീകരണത്തിൽ വ്യത്യാസമുണ്ട്. ഉറുമ്പിലുള്ള ജീവനല്ല പട്ടിയിലുള്ള ജീവൻ, പട്ടിയിലുള്ള ജീവനല്ല ആനയിലുള്ള ജീവൻ, ആനയിലുള്ള ജീവനല്ല എന്നിലുള്ള ജീവൻ. ജീവൻ്റെ പ്രകടീകരണത്തിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണോ നേരത്തെ നമ്മൾ ഒരേ ഒരു സൂര്യൻ അനേകം ജലാശയങ്ങൾ അല്ലെങ്കിൽ അനേകം കണ്ണാടികളിൽ കണ്ണാടിയുടെ പ്രതലത്തിനനുസൃതമായിട്ട് പ്രതിഫലിക്കുന്നത്, അതുപോലെ വാസ്തവത്തിൽ ഒരേ ഒരു സൂര്യൻ തന്നെയാണ് വ്യത്യസ്ത അനുപാതത്തിൽ ഓരോരോ മാധ്യമങ്ങളിലൂടെയും പ്രകടമാവുന്നത്. അപ്പം മനുഷ്യനിൽ ആ ചൈതന്യം കൂടുതൽ വ്യക്തമാണ്. മനുഷ്യന്മാരെക്കാൾ കൂടുതൽ വ്യക്തമാണ് ദേവന്മാരിൽ. മനുഷ്യന്മാരെക്കാൾ താഴെ മറ്റ് സ്ഥാവരങ്ങളൊക്കെ ഉണ്ട്. സ്ഥാവരങ്ങൾ എന്ന് പറഞ്ഞാൽ തിരശ്ചീനമായി സഞ്ചരിക്കുന്നവർ, ഭൂമിക്ക് സമാന്തരമായി സഞ്ചരിക്കുന്നവരെയാണ് സ്ഥാവരങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് തല മേപ്പെട്ടാണ്. നമ്മൾ ഉണ്ണാനിരിക്കുന്നവരല്ല, ഇരിക്കാൻ ഉണ്ണുന്നവരാണ് എന്നാ പറയുക, അല്ലേ? കേട്ടില്ലേ? ഉണ്ണാനിരിക്കാൻ ഇല്ലേ? അതായത് ഉണ്ണായി വാര്യർ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതൻ്റെ, അയാൾ ഒരു വലിയ സദ്യ നടക്കുക. അപ്പോൾ അതിൽ ഇയാൾ വന്നിട്ട് ഇയാൾ സദ്യയിൽ എവിടെയോ ഉണ്ണാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ തിരിച്ചറിയാൻ പറ്റണില്ല. കാരണം പണ്ഡിതന്മാരങ്ങനെയാണല്ലോ, ഒരു പ്രത്യേകതയൊന്നും ഇവർക്കുണ്ടാവില്ല സാധാരണക്കാരുടെ ഇടയിൽ. സാധാരണക്കാരൻ്റെ രൂപത്തിൽ എന്താ പണ്ഡിതൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അയാൾ അങ്ങനെ കഴിഞ്ഞുകൂടുക. അപ്പോഴാണ് കുഞ്ചൻ നമ്പ്യാർ അവിടെ വന്നത്. കുഞ്ചൻ നമ്പ്യാർ വന്നിട്ട് ഇയാളെന്ന് കണ്ടെത്തണം. ചോദിച്ചിട്ടൊന്നും ആർക്കും അറിയില്ല ആളെ. അപ്പോൾ ഇയാൾ ഓരോരുത്തരെടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അത്രേ ഉണ്ണായിരിക്കുകയല്ലേ എന്ന്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഉണ്ണായിരിക്കുകയാണെങ്കിൽ ആൾക്കാർ ചോദിക്കില്ലേ? ആ ഉണ്ണായിരിക്കുകയല്ലേ ചോദിക്കും. ഒരു ഔപചാരികയുടെ പേരിൽ ഞാൻ ചോദിക്കും ഉണ്ണായിരിക്കല്ലേ? ആ ഉണ്ണായിരിക്കാന്ന് അയാൾക്ക് നോക്കി അറിയില്ലേ. എന്നാലും നമ്മൾ വെറുതെ ഒരു ചോദ്യം കിടക്കട്ടെ വിചാരിച്ച് ചോദിക്കും ഉണ്ണായിരിക്കുക. അപ്പോൾ നമ്മളെന്താ അറിയാം? ആ അതെ ഉണ്ണായിരിക്കുകയാണ്. തിരിച്ച് കണ്ണുണ്ടൂടെ നമ്മൾ ചോദിക്കില്ലല്ലോ. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ എല്ലാവരും അതെ ഉണ്ണായിരിക്കുകയെന്നാണ്. ഒരാൾ മാത്രം അതിൻ്റെ ഇടയിൽ നിന്ന് അല്ല ഇരിക്കാൻ ഉണ്ണാണ് കാരണം. അങ്ങനെ തന്നെ ഞാൻ തേടി നടന്നതെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വെറും വാക്ക് പറയില്ലാന്നാ. മറ്റതൊക്കെ വെറും വാക്കാ, അറിയണ കാര്യമല്ലേ, അതിപ്പോൾ പറഞ്ഞിട്ട് വേണോ? കണ്ടാൽ അറിയില്ലേ. പക്ഷെ ഒരാൾ മാത്രമായി എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഉണ്ണായിരിക്കുകയാണ് നിങ്ങളെ തന്നെയാണ്. അപ്പോൾ പണ്ഡിതനെ കണ്ടെത്താനുള്ള വഴിയാണ്. അയാൾ വെറും വാക്ക് പറയുക. തമാശയിൽ ഒരു കാര്യം ഉണ്ടാവുന്ന, അല്ല വെറും വാക്കുകൾ പറയാൻ ഒരു സമയമില്ല. ഇരിക്കാൻ വേണ്ടി ഉണ്ടാണ്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മറ്റു ജീവികളൊക്കെ എന്തിനാ വേണ്ടിയാ?
ഉണ്ണാൻ വേണ്ടി ഇരിക്കുക, ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണാനായിക്കൊണ്ട് പണിയെടുക്കുക, അല്ലേ? പ്രത്യുൽപാദന കർമ്മം നിർവഹിക്കുക, പിന്നെ മക്കളെ വളർത്തുക, എന്നിട്ടോ ചത്തുപോകുന്നു. അതെ, മനുഷ്യനെ അതിന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ചുമലിൽ തല ഉള്ളതാണ്. ചുമതലാബോധം ഇല്ലെങ്കിൽ ചുമലിൽ തല ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടായാൽ മതി. ചുമലിലാണ് തല. മറ്റു ജീവികൾക്ക് തല മുകളിലാണെങ്കിലും, ജിറാഫിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴ്ത്തിക്ക് വരണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. കാരണം അവരൊക്കെ എന്തിനാ തല ഉപയോഗിക്കുന്നത്? ബുദ്ധി എന്തിനാ ഉപയോഗിക്കുന്നത്? തല, എൻ്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടാണ് ചൂണ്ടുന്നത്. അപ്പോൾ ബുദ്ധി എന്തിനുള്ളത്? അവർക്ക് കുക്ഷി നിറയ്ക്കാനാണ്, ഭക്ഷണം കഴിക്കാനാണ്, ഇണ തേടാനാണ്, ഇര തേടാനാണ്. ഇണയും ഇരയും പ്രസക്തമായ ജീവികളെയാണ് നമ്മൾ മൃഗങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ മൃഗങ്ങളെ മാത്രമല്ല, അത് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാ. ശാസ്ത്രത്തിൽ മൃഗം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇണയും ഇരയും പ്രസക്തമായ ജീവികളെ നോക്കിയിട്ടാണ് മൃഗങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളാണ്, ഇരുക്കാലി മൃഗങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മനുഷ്യൻ്റെ പ്രത്യേകമായ കഴിവ് എന്താണോ, വിശേഷ ബുദ്ധിയാണ്. മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ആ വിശേഷ ബുദ്ധിയാണ്. അത് ഉപയോഗിക്കില്ലെങ്കിൽ എന്തുണ്ട്? അത് എല്ലാവരും ഉപയോഗിക്കേണ്ടതല്ല, അത് മാത്രമേ ഉള്ളൂ. അതിൽ പ്രസക്തമായിരിക്കുകയാണെങ്കിൽ, അതിനുപരിയുള്ളത് കാണുന്നില്ലെങ്കിൽ ആ മനുഷ്യനാരാണ്? മൃഗം തന്നെയാണ്. തിരക്ക് തിരശ്ചീനമായി സഞ്ചരിക്കുന്നത്, തിരശ്ചാനമായി എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട്, ഉടലും തലയും ഒരേ ലെവൽ. ഇതങ്ങനെയല്ല. മനുഷ്യന് ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ പ്രയാസമാണ്. തല അല്ല, അങ്ങോട്ട് കൊടുത്താലേ കഴിക്കാൻ പറ്റൂ. അങ്ങോട്ട് തല ഇങ്ങനെ കുനിച്ചിട്ട് മൃഗങ്ങളെ പോലെ കഴിക്കാൻ പറ്റില്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് തല എപ്പോഴും ഉയർന്നു വെക്കണം. ഇല്ല, തല എപ്പോഴും ഉയർന്നു വെക്കണം. ഈ കൊച്ചു കുട്ടികളെയൊക്കെ കിടത്തിയിട്ടൊക്കെ ബൈക്കിനൊക്കെ കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ദോഷമാണെന്നാണ് വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നത്. കാരണം മനുഷ്യൻ്റെ നട്ടെല്ല് നിവർന്നിരിക്കണം. അതിങ്ങനെ തിരശ്ചീനമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് മാരകമായ ദോഷം വരൂത്ര കുറച്ച് പ്രായമാകുമ്പോൾ. കാരണം അതിൻ്റെ കശേരുക്കളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ലംബമായിട്ട് നിൽക്കാനാണ്. തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കനവും കൂടുതൽ. അതുകൊണ്ടാണ് ബൈക്കുമെന്നൊക്കെ വീണാൽ തലയടിച്ച് വീഴുന്നത്. തലക്കനം കൂടുതലാണ് നമുക്കൊക്കെ. അതെ, അത് കുറയ്ക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ തുണിഷാപ്പിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രതിമ വെച്ചിട്ടുണ്ടാവില്ലേ? ആ പ്രതിമ അങ്ങനെ നേരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അതേ പ്രപ്പോസൽ ഒരു പ്രതിമ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം തലയ്ക്ക് കനം കൂടുതലും ഉടൽ കനം കുറവുമായിട്ട് ഒരു പ്രതിമ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല. ഒന്നുകിൽ അടിയിൽ ഞെട്ടുമ്പോൾ ഇട്ടിട്ട് മുറുക്കേണ്ടി വരും, അല്ലെങ്കിൽ അരക്ക് വരെയുള്ള ഭാഗം കനം കൂട്ടേണ്ടി വരും, ഇല്ലെങ്കിൽ മറിഞ്ഞു വീഴും. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ഇത് നോക്കൂ, മനുഷ്യൻ തലയ്ക്ക് കനം കൂടുതലാണ്, ഒരു ഞെട്ടുമ്പോൾ ഇട്ടിട്ട് മുറുക്കും വേണ്ട, എന്നിട്ടും അതിങ്ങനെ ഓടുക. വല്ലാത്തൊരു കഴിവല്ലേ? അത്യന്ത കുശല ശില്പിയാണ് അയാൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ തലക്കാനം, അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത, ആ തല. ആ തല വേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായി? മഹതീ വിനഷ്ടി, മഹത്തായ നഷ്ടക്കച്ചവടമാണെന്നാണ്. അതുകൊണ്ട് സുഖാദിഭിഹി, സുഖാദികളോട് എന്നെ സംപ്രയുജ്യന്തേ, യോജിക്കുന്നില്ല. സുഖ തൃഷ്ണയിൽ ഓടുകയാണ് ജീവൻ. സുഖം ചോണീയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർമ്മൾ. അങ്ങനെയാണ് സൃഷ്ടിച്ചത്. എവിടെ കിട്ടും സുഖം? എവിടെ കിട്ടും സുഖം? എന്നിട്ട് നൈമിഷികങ്ങളായ സുഖങ്ങളുടെ പിന്നാലെ ഓടി ശാശ്വതമായ സുഖത്തെ ഉപേക്ഷിക്കുന്നു. എവിടെയാണ് ശാശ്വതമായ സുഖമുള്ളത്? അത് തന്നിലാണ്. തന്നിൽ തന്നെ തന്നാൽ അറിയുമ്പോഴാണ്. പക്ഷെ നൈമിഷികങ്ങളായ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന കാലത്തോളം ആ സുഖം, അത് അങ്ങനെയാണ് സൃഷ്ടിച്ചിരുന്നത്. എല്ലാ മൃഗങ്ങളെ രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചിരുന്നത്. സുഖം എവിടെ കിട്ടും സുഖം? ക്ഷോണീയ നാഗമാക്കാൻ, ഭൂമിയെ സ്വർഗമാക്കാൻ. ഈ ഭൂമി എന്ത് വേണം? ഇവിടെ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ ഇത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പുറമേക്ക് ഇന്ദ്രിയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ബാഹ്യങ്ങളായ വിഷയങ്ങളിലേക്ക്, തുച്ഛങ്ങളായ നൈമിഷികങ്ങളായ സുഖങ്ങളിലേക്ക് ഓടാൻ കണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ പുറമേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് അങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ ശോകം അതിനെ പറ്റി പറയുന്നതാണ്.
വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. വേദസ് ബ്രഹ്മാവ്, സൃഷ്ടികർത്താവ് അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതങ്ങെന്നു തിരഞ്ഞു തന്നെ ഒരിക്കലും ലഭിക്കുന്നില്ല. ലഭിക്കുന്നു തോന്നും, സുഖം കിട്ടിയെന്ന് തോന്നും, എന്നുണ്ടാവും ദുഃഖം. എന്നാലും അതിൻ്റെ പിന്നാലുള്ള ഓട്ടം നിർത്തുന്നില്ല. ഇന്ന് വരെ ഒരു നാവും വിത്തേന തർപ്പണീയോ മനുഷ്യ, തൃപ്തി എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ സൃഷ്ടിച്ചു. എവിടെ തൃപ്തി ഉള്ളത്? ആത്മതൃപ്തശ്ച മാനവ, തന്നിൽ തന്നെ അറിയുമ്പോഴാണ് തൃപ്തി ഉണ്ടാവുന്നതെന്ന് അവരറിയുന്നില്ലല്ലോ. ഒരു പട്ടിക്ക് ഒരു എല്ലും കഷ്ണം കിട്ടി. എല്ലും കഷ്ണം കിട്ടിയപ്പോൾ പട്ടി എന്ത് ചെയ്തു? മറ്റ് പട്ടികളിൽ നിന്ന് കാണാതെ ഇത് തനിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കണം വിചാരിച്ച് ഓടി. അങ്ങനെ കണ്ടില്ലേ, പട്ടികളങ്ങനെ ഓടും. എന്നിട്ട് ഈ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ പണ്ട് ഈ നെല്ലിൻ്റെ പതിരൊക്കെ കൂട്ടിയിടായിരുന്നു അല്ലേ? എന്നിട്ട് ഓടി ഈ പതിരിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അതിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടാവും, ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ, കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടോ, തനിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കണേ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാവരും ഒഴിഞ്ഞ്, ശല്യമൊക്കെ ഒഴിഞ്ഞ് അത് ഒറ്റയ്ക്ക് പോയിട്ട് ഇത് മാന്തി എടുത്തിട്ട് അത് കടിച്ച് പൊട്ടിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സത്തൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അവസാനം അത് ഈ വെള്ളത്തിന് ദാഹം വന്ന് അടുത്ത ജലാശയത്തിൽ കുളത്തിലോ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോഴാണ് ഇതിന് നീറ്റൽ വരുന്നത്. എന്താ നീറ്റൽ വരാൻ കാരണം? ഈ എല്ലിൻ്റെ കൂർത്ത ഭാഗങ്ങൾ മോണയിൽ തട്ടി അതിൻ്റെ രക്തം തന്നെയാണ് ഇത് കുടിക്കുന്നത്. പക്ഷെ അത് വിചാരിക്കണത് എന്താ? ഈ എല്ലിന്നാണ് ഇത് കിട്ടിയത്. ഇതുപോലെ മനുഷ്യൻ അനുഭവിക്കുന്ന ബാഹ്യങ്ങളായ സുഖങ്ങളൊക്കെ തൻ്റെ തന്നെ സുഖമാണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു സുഖവസ്തു എല്ലാവർക്കും എപ്പോഴും സുഖവസ്തു ആകേണ്ടതായിരുന്നു. അതാണ് യുക്തി. അല്ല, ഒരു വസ്തു എല്ലാവർക്കും ഒരുപോലെ സുഖവസ്തു അല്ല. ഒരു വസ്തു ഒരാൾക്ക് തന്നെ എപ്പോഴും സുഖവസ്തു അല്ല. ഒരു വസ്തു എല്ലാവർക്കും സുഖവസ്തു അല്ല. അപ്പം തൻ്റെ സുഖം അതിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് അത് സുഖമാവുന്നത്. അപ്പം സുഖം എവിടെയുള്ളത്? തന്നിലാണ്. ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഓടുകയാണ്. അങ്ങനെയാണ് ജീവൻ മറ്റൊരു ജീവനിലേക്ക് പോകുന്നത്. ആ ആഗ്രഹങ്ങൾ അത് അത് എന്നാണോ ആന്തരികമായിട്ട് അത് തിരിച്ചറിയാത്തത് അത്ര കാലത്തോളം ജീവൻ അങ്ങനെ പോവാം. എവിടെ കിട്ടും? അതങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു. മരണത്തോടു കൂടി ഒന്നും ഇല്ലാതാവുന്നില്ല. മരണം ഇല്ലാതാവലല്ല, കാണാതാവലാണ്. മരണം ഇല്ലാതാവലല്ല, കാണാതാവലാണ്. കുറച്ച് കാലേ നമ്മൾ കാണുന്നുള്ളൂ. ഇന്ന ആള് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെവിടെ ജനിച്ചത്? പിറന്നാൾ ആഘോഷിക്കണില്ലേ? എപ്പോഴാ? അമ്മേൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണോ ജന്മദിനം? അതോ അമ്മേൻ്റെ വയറ്റിലേക്ക് വന്നപ്പോഴാണോ ജന്മദിനം? അതോ അച്ഛൻ്റെ വയറ്റിലേക്ക് വന്നപ്പോഴാണോ ജന്മദിനം? ഇനി അതിൻ്റെ മുമ്പ് എനിക്ക് അറിയൂല. അപ്പോൾ എവിടെയാണ് ഞാൻ ജനിച്ചത്? ഏതാ ഇപ്പം ജന്മദിനം ശരിക്ക്? പിറന്നാളേ ചിന്തിക്കേണ്ടതല്ലേ? പക്ഷെ അവിടെ ഒരു പരിമിതി വെച്ചു. ഇന്ന എൻ്റെ ജന്മദിനാണ്, അത്രേ ഉള്ളൂ. ഇതിനൊക്കെ അത് ആഘോഷിക്കുന്നു. അതാ പറഞ്ഞത്, അതെനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഏതാ ജന്മദിനാന്ന്? അപ്പം ഞാൻ കണ്ടത് ഞാൻ ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താ അടിസ്ഥാനമുള്ളത്? ഞാൻ ജനിച്ചിട്ടുമില്ല, വാസ്തവത്തിൽ മരിച്ചിട്ടുമില്ല. ഈ കാണപ്പെടുന്ന ഘട്ടം, കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ദൃഷ്ടി അനുസരിച്ചാണ് കാണപ്പെടുന്നത്. പ്രത്യക്ഷമായിട്ട് സ്ഥൂല ശരീരം കണ്ടപ്പോഴാണോ ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിക്കേണ്ടത്? അതോ സ്ഥൂലമായിട്ട് കാണുന്നതിന് മുമ്പ് ആണോ ആഘോഷിക്കേണ്ടത്? അതിലും സൂക്ഷ്മമായിട്ടിരിക്കുമ്പോഴാണോ ആഘോഷിക്കേണ്ടത്? അപ്പം ഇതിനെ ആഘോഷിക്കുക. അപ്പം ജീവൻ അങ്ങനെയാണല്ലോ. ഒന്നറിയാം, എന്ത്? ഇന്നലകളുടെ ബാക്കിയാണ് ഇന്ന്, ഇന്നത്തെ ബാക്കിയാണ് നാളെ. ഇതിങ്ങനെ കറങ്ങുക. ഇപ്പം എത്ര കാലമായി നമ്മൾ ജനിച്ചിട്ട് പറയാൻ വയ്യ. 84 ലക്ഷം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല.
ചിലതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ജനിച്ച കുട്ടി പെട്ടെന്ന് അവിടെ ഓടി നടക്കുകയല്ല ചെയ്യുന്നത്. പശുവിൻ്റെ കുട്ടിയാണെങ്കിൽ തൻ്റെ കുറേ എണ്ണത്തിൻ്റെ ഇടയിൽ തൻ്റെ അമ്മയെ അത് തിരിച്ചറിഞ്ഞ് അകിടിൽ പോയി പാൽ കുടിക്കാൻ തുടങ്ങും. പക്ഷെ മനുഷ്യന് അത്ര പെട്ടെന്നൊന്നും പോവില്ല. ചില ജീവികളുടെ പണിയൊക്കെ അതിൽ പ്രകടമാവുന്നുണ്ട് അല്ലേ? മലന്ന് കിടക്കൽ, പിന്നെ ഒന്ന് എണീക്കാൻ വയ്യ എന്നിട്ട് കുറേ കരയും, പിന്നെ ഒന്ന് കമിഴ്ന്ന് കിടക്കും, പിന്നെ ഒന്ന് തിരിഞ്ഞു കിടക്കും, പിന്നെ ഒന്ന് ഉരുളും, പിന്നെ ഒന്ന് മുട്ടുകുത്തും, പിന്നെ ഒന്ന് എണീറ്റിക്കാൻ തോന്നും അല്ലേ? അതായത് അപ്പം 84 ചിലതൊക്കെ പ്രകടമാവുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അല്ലേ? നീന്തുക എന്നറിയണില്ലേ? നീന്തുക അതുണ്ട് അല്ലേ? 4 കാല് നടക്കണില്ലേ? അതുണ്ട്. എത്ര പ്രകടമാവണത് എന്തൊക്കെയാന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് മുമ്പത്തെ ജന്മങ്ങൾ മുഴുവൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ സിനിമയിൽ തിരശ്ശീലയിൽ വരുന്നത് പോലെ കുറേ കാണുന്നുണ്ട്, നമ്മൾ കാണാത്തത്ര. അതന്നെയാണല്ലോ. കുപ്പായം മാറ്റി കൊടുക്കും, കുപ്പായം മാറ്റി കൊടുക്കുന്നു. നമ്മളെ കുപ്പായം വേറെ ആരെങ്കിലും ഇടും. അതെ, കുപ്പായം ആത്യന്തികമായിട്ട് ഒന്നും ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. നാ സദോ വിദ്യതേ ഭാവോ നാ ഭാവോ വിദ്യതേ സദഹ ഉഭയോരവി ദൃഷ്ടോന്തസ്തനയോ തത്വദർശിഭി. ചിലപ്പോൾ കുറേ പാറ്റകൾ കൂടിയുണ്ട്, ഇപ്പോൾ കൊതുകുകൾ വല്ലാതെ കൂടിയുണ്ട്. മുമ്പ് മനുഷ്യന്മാരേക്കും ഇപ്പം പട്ടീനെ കൊണ്ട് വല്ലാതെ കുടുങ്ങുകയാണ്, കട്ടിപ്പിടി കൂടിയിട്ട് അല്ലേ? ഉറപ്പാണ് മുമ്പ് നമ്മൾ കടിച്ചു കൂട്ടിയത് തന്നെയായിരിക്കും. അതിപ്പോൾ രൂപം മാറിയെന്നേ ഉള്ളൂ, ആ പക വീട്ട് ഇപ്പോൾ എന്താ സംശയം? ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, നാരി ചത്ത് ഓരിയായി പിറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുളത്തൂർ ആശ്രമത്തിൻ്റെ അടുത്ത് ഒരാൾ നല്ല 4 കാലിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ദിവസം വന്നിട്ട് സ്വാമിജീനോട് പറഞ്ഞു, ഞാൻ കുറേ ഈച്ചേനെ കൊന്നു നോക്കി, ഒന്നും പൂച്ചയായിട്ടില്ല. ഈ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയണേ മൈക്കിൽ എന്ന്. മനസ്സിലായില്ലേ? ഞാൻ നാരീനെ കൊന്നു നോക്കിയോന്ന് അറിയില്ല, ഓരിയാവുമോ നോക്കാൻ വേണ്ടി. അത് പറയാൻ പറ്റില്ല, പിടിക്കില്ലേ, അതുകൊണ്ടായിരിക്കും മിണ്ടാത്തത്. ചിലപ്പോൾ അതും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പം അതിനെ സ്ഥൂല ദൃഷ്ടി എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ജന്മത്തിൽ എന്താണോ അതിൻ്റെ ബാക്കിയാണ് ഈ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്, നമ്മളെ സൃഷ്ടി. ഇന്നലകളിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംസ്കാരത്തെ അത് വാസനയായി പരിണമിച്ചു. വാസന അതിൻ്റെ സൂക്ഷ്മവശം. ആ സൂക്ഷ്മം ആയത് ക്ലോസിംഗ് ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. കണക്ക് ബുക്ക് പോലെ ഒരു കടയിൽ ഒരാൾ കണക്കെഴുതിയിട്ട് വൈകുന്നേരം വരെ കണക്കെഴുതിയിട്ട് അത് ക്ലോസിംഗ് ബാലൻസ് എഴുതി വെച്ചു. അത് പിറ്റേന്ന് രാവിലെ കട തുറന്നപ്പോൾ അടുത്ത പേജിൽ ആ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മുന്നിൽ വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴ്ത്തിക്കാണ് വരുന്നത്. ആ പുസ്തകം കഴിഞ്ഞു, ക്രെഡിറ്റും ഡെബിറ്റും കൂട്ടി പിന്നെ അവസാനം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. അതേതാ? അത് അടുത്ത പുസ്തകത്തിൽ ആദ്യം തുടങ്ങുകയായി. ഇതുപോലെ ഈ ശരീരം മാറുന്നതനുസരിച്ച് ഈ ക്ലോസിംഗ് ബാലൻസും പിന്നെ ഓപ്പണിംഗ് ബാലൻസായി, ക്രെഡിറ്റും ഡെബിറ്റും കഴിഞ്ഞ് പിന്നെ അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അടുത്ത ബുക്കിൽ തുടരുന്നു. ഇത് വിലയിരുത്താൻ കഴിയുന്നവർക്ക് മനസ്സിലാവും ഇന്നലെ ആരായിരുന്നു, നാളെ ആരാവും. ഇതിങ്ങനെ കർമ്മം. അത് തിരുത്താനും നമുക്കേ പറ്റുള്ളൂ. ഈശ്വരൻ വിചാരിച്ചാൽ പറ്റും. നമ്മൾ പറയില്ലേ ഈശ്വരവിധി, ഈശ്വരനെ എങ്ങനെയാണോ തലയിൽ വരച്ചത് അതേപോലെ ആവുള്ളൂ. ഇപ്പം ഇന്നിവിടെ ഒരു ചട്ടുകം വാങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ പേരെഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈശ്വരൻ പേരെഴുതുന്ന ആളല്ലല്ലോ. നമ്മളെ തലയിലൊക്കെ വരഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ പറയാത്. തലയിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ വരും. അങ്ങനെ ഈശ്വരൻ ആരും തലയിൽ വരച്ചിട്ടൊന്നുമില്ല. വരച്ചിട്ടുണ്ട് നമ്മൾ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. പൂർവ്വജന്മത്തിൽ നമ്മൾ വരച്ച് വെച്ചതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ജന്മം ഉണ്ടാവുള്ളൂ. മാറ്റി മറിക്കാൻ ഇനി പറ്റില്ല. ഒരു പട്ടി പോകുന്നു, അവർ കല്ലെടുത്ത് ഞാൻ എറിഞ്ഞു, പട്ടി മാറി കുട്ടിയായി, അയ്യോ കല്ലേ കൊള്ളല്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എറിയാൻ എനിക്ക് അവകാശമുണ്ട്. അത് കൊള്ളുക എന്നുള്ളത് ആ നിയതിയുടെ നിയമമാണ്. ഞാൻ പട്ടീനെയാണ് എറിഞ്ഞ കുട്ടീനെ അല്ലാന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കൊള്ളുക എന്നുള്ളത് അതിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇതുപോലെ ഇന്നലകളിലെ കർമ്മങ്ങൾ തൊടുത്തുവിട്ട അമ്പ് ഇനി തിരിച്ചു വിളിക്കാൻ എനിക്ക് പ്രതികരിക്കാനുള്ള വകുപ്പില്ല, പ്രത്യാഹരിക്കാനുള്ള കഴിവില്ല. തൊടുത്തു വിടാനേ കഴിയുള്ളൂ. അത് കൊള്ളുക എന്നുള്ള നിയമമാണ്. അപ്പം ഇന്നലകൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞാൻ രോഗിയായിട്ടും ദുഃഖിയായിട്ടും ക്ലേശിയായിട്ടും ഒക്കെ കഴിഞ്ഞുകൂടാ. ഒക്കെ ഇതാ കാരണം. കരയുന്നവനായിട്ടും ചിരിക്കുന്നവനായിട്ടും ഒക്കെ കഴിഞ്ഞുകൂടുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ തൊടുത്തിട്ട് അമ്പുക ദൈവമല്ല, ഞാൻ തന്നെ.
ഇത് ശാസ്ത്രബോധത്തിൽ നിന്ന് മാണ്ഡൂക്യം പഠിച്ച പിന്നെ എന്താ ഗുണം? അപ്പോഴും അനുഭവിക്കാതെ തീരാൻ പറ്റില്ല. അപ്പോൾ അടുത്തയിലെങ്കിലും നന്നാവാൻ പറ്റും. ഞാൻ തന്നെയാണ് താൻ തന്നെ കുത്തിയ കൂപത്തിൽ അമ്മേ ഞാൻ കഷ്ടം പതിക്കുന്നിതാരെ പഴിക്കുവാൻ. കാമക്രോധാതീയം കൈക്കോട്ട് കൊണ്ടു ഞാൻ കുത്തി കുഴിയൊന്നീ പാവനഭൂതലേ. ആരാ കുത്തിയത്? അതന്നെ. അതിന് മാറണമെങ്കിൽ എന്ത് വേണം? ഞാൻ തന്നെ വിചാരിക്കണം. അതെ, താൻ തന്നെ. തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം എന്നൊരു കവിത ഉണ്ട്. അത് കേട്ടില്ലേ? ഏറ്റവും അബദ്ധാട്ടോ അത്. അറിയില്ല? എന്ത് ആണ്? എന്താ സംശയമുള്ളത്? അത് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. തിരിച്ചറിവാണല്ലോ, അല്ലാതെ പുതിയതായിട്ട് ഒരറിവും തരുന്നില്ല ഉപനിഷത്തൊന്നും. തിരിച്ചറിവാണ്. അറിവ് കൊടുക്കാൻ ആർക്കും പറ്റില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്കും മറ്റൊരാളെ പഠിപ്പിക്കാൻ പറ്റില്ല, ടീച്ചറാവാൻ പറ്റില്ല. ഞങ്ങനെയൊക്കെ വിചാരിക്കേണ്ട. സ്വതവേയുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. വിവേകാനന്ദ സ്വാമികൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അറിവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് വാസ്തവത്തിൽ എന്താണ്? നമ്മൾ ഇന്ന് പഠിക്കുന്ന അറിവുകളൊക്കെ നശിക്കുന്നതിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് നശിക്കും. അപ്പം ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നശിക്കാത്തതിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, ഉള്ളതാണ്. മനുഷ്യനായതുകൊണ്ട് തന്നെ ഉണ്ട്, ഈ അറിവുണ്ട്. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഖ്യന്തി ചന്തവ. അജ്ഞാനം കൊണ്ടത് മൂടപ്പെട്ടു. അതാണ് ഇവിടെ പറഞ്ഞത്. ധൂളികളെ കൊണ്ടും പുകകളെ കൊണ്ടും ആ അറിവ് മൂടപ്പെട്ടു. കാർമേഘം സൂര്യനെ മറയ്ക്കാൻ പര്യാപ്തമല്ല. എന്നാലും നമ്മൾ പറയും സൂര്യൻ കാർമേഘത്താൽ മൂടപ്പെട്ടു. കാർമേഘം സൂര്യൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അതെന്തായി? മേഘമായി, അത് മഴയായി പെയ്യും. എന്നിട്ടും നമ്മൾ പറയുന്ന ഒരു വാക്കാണിത്. എന്ത്? സൂര്യനെ കാർമേഘം മറച്ചു. ഇതുപോലെയാണ് വാസ്തവത്തിൽ ഞാൻ എന്നുള്ളതിനെ, പരമമായ സത്യമാണ് ഞാൻ എന്നുള്ളതിനെ മൂടപ്പെട്ടിരിക്കുകയാണ് അജ്ഞാനം. ആ മൂടപ്പെട്ടത് അനേക വിധത്തിലുണ്ട്. ഒരു കണ്ണാടിയുടെ മുകളിൽ പൊടി പഠിച്ചു എന്ന് വിചാരിക്കുക. ആ പൊടിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് വേണം അതിനെ തുടച്ച് നന്നാക്കാൻ. അതൊരു ഈ എണ്ണയൊക്കെ ചേർന്ന് ഇഴുകി പിടിച്ച ചളിയാണെങ്കിൽ എന്ത് വേണം? സോപ്പോ മറ്റോ ഉപയോഗിച്ച് കഴുകി കളയേണ്ടി വരും. പൊടിയുടെ സ്വഭാവം അനുസരിച്ചിട്ട്, ചളിയുടെ സ്വഭാവം അനുസരിച്ച്. വെറും കുറച്ച് പൊടി പാറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെറുതെ ഒരു തുണി കൊണ്ട് അങ്ങ് തുടച്ചാൽ മതി. എന്നാൽ ഞാൻ രണ്ടും ഉപയോഗിക്കാൻ തയ്യാറല്ല, ഞാൻ കുറച്ച് ചരലെടുത്ത് ഉരയ്ക്കാൻ പുറപ്പെടുകയാണെങ്കിലോ ഇനി ഒരിക്കലും പ്രതിഫലിക്കാത്ത വിധത്തിൽ അങ്ങനെ ആവും ചെയ്യും. കാണാൻ പറ്റാതാവും, മുഖം കാണാൻ പറ്റാതാവും. അപ്പം അത് ഏത് വേണമെന്ന് സ്വീകരിക്കുന്നത് നമ്മളാണ്. പക്ഷെ ആചാര്യന്മാർ പറഞ്ഞ രൂപത്തിൽ ആ ചളി കളയാനുള്ള പ്രക്രിയ കഴിയണം. അതിനാണ് ജപവും ധ്യാനവും. എല്ലാവർക്കും ഒരേ പണിയല്ല. ചിലർക്ക് കുറച്ച് കാലം ജപിച്ചാൽ മതിയാവും. കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ കുറേ കാലം ജപിക്കേണ്ടി വരും. ചിലർക്ക് ഉച്ചജപം വേണ്ടി വരും, ചിലർക്ക് മന്ദജപം വേണ്ടി വരും, ചിലർക്ക് മൗനജപം വേണ്ടി വരും. എല്ലാവർക്കും ഒരു പണിയല്ല. എല്ലാവരും എണ്ണ ഇഴുകി പിടിച്ച ചളിയാണെങ്കിലും മതിയല്ലോ സോപ്പ് ഉപയോഗിക്കുക, അല്ലാതെ ഉപയോഗിക്കണ്ടല്ലോ. എന്നാൽ ഞങ്ങൾ ഇതൊന്നും സ്വീകരിക്കാൻ തയ്യാറില്ല, ഞാൻ എന്നെ കണ്ട മാതിരിയാണ് ചളി മാറ്റിക്കോളാം എന്ന് പറഞ്ഞാലോ അത് നേരത്തെ ചരൽ വെച്ച് വരച്ചാൽ മതിയോ. ഇതുപോലെയാണ് ഈ സാധനകൾ, ഉപാസനകളൊക്കെ. അതുവാണല്ലോ. ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യ രൂപഹരിനാരായണായ നമ. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ ബദം ഉണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരൂ ഇന്നു നീടുവാൻ അല്ലേ, നിൻ കൃപാവലികൾ ഉണ്ടാക വേണം. സ്വഭാവം എന്നറിയാലോ, സ്വഭാവം മാറ്റാൻ പറ്റില്ല. നമ്മൾ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ എന്താണെന്നറിയോ? എന്താ? സ്വഭാവമാണ്. സ്വഭാവം അല്ല അതൊന്നും, വന്നു ചേർന്ന പൊടിപടലങ്ങളാണ്. സ്വഭാവം മാറ്റാൻ പറ്റില്ല.
എൻ്റെ സ്വഭാവം എപ്പോഴാണെന്ന് അറിയണമെങ്കിൽ നല്ല ഗാഠനിദ്രയിൽ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യേനെയോ അമ്മ കുട്ടീനെയോ ഒക്കെ നോക്കിയാൽ മതി എന്ന് പറയണം. അതാണ് നമ്മളെ ശരിക്കും സ്വഭാവം. ഏത് ക്രൂരനാണെങ്കിലും സൗമ്യമായിരിക്കും അത്രേ മുഖം. ആയിരിക്കും അത്രയെന്ന് പറയാൻ കാരണം നമ്മൾ നമ്മളെ മുഖം കാണില്ലല്ലോ. ബ്രഹ്മഹത്യാഭാവാണ്. സുഷുപ്തിന്ന് ഉണർത്തുന്നത് ബ്രഹ്മഹത്യാഭാവ. ഏറ്റവും വലിയ മഹാഭാവ. കുട്ടികളോട് പറഞ്ഞാൽ പണിയാവും. സൂര്യനൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി അമ്മ എന്നെ വിളിക്കരുത്, ബ്രഹ്മഹത്യാഭാവം കിട്ടുന്നറിയാം. കാരണം ബ്രഹ്മലോകത്താണ്. അപ്പോ ബ്രഹ്മലോകത്താ, അവിടെ ആനന്ദം മാത്രമാണ്. ആ ബ്രഹ്മലോകത്ത് പോയ അതേ അനുഭവമാണ് ഒരു പണ്ഡിതനിൽ അല്ലാത്ത സമയത്തുള്ളത്. അതുകൊണ്ടാണ് എന്താണ് ഒരു 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 പണ്ഡിതൻ്റെ ഒരു മഹാത്മാവിൻ്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുതശ്ചന, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കഥാചന. അത് എപ്പോഴും ആനന്ദത്തിലാണ്. നമ്മളൊക്കെ ആനന്ദത്തിൽ പോകുന്നുണ്ട് ഒരു സമയത്ത്. ജാഗ്രത കഴിഞ്ഞ് സ്വപ്നം കഴിഞ്ഞ് സുഷുപ്തിയിൽ ചെയ്തുകൊണ്ട് നിൽക്കണില്ല. അവിടെ അജ്ഞാനത്തിൻ്റെ മറവുള്ളതുകൊണ്ട്. ഞാൻ സുഖമായി ഉറങ്ങി എന്നുള്ള അനുഭവമുണ്ട്. എത്ര വിഭവസമൃദ്ധമായ സദ്യ മുന്നിൽ വെച്ചാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന സർവ്വഭോഗങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഉറങ്ങി വരട്ടെ. ഇപ്പം ഏറ്റവും പ്രാധാന്യം ശ്രേഷ്ഠം ആ ഉറക്കത്തിനാണ്. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മുണ്ടായിരുന്ന ക്ഷീണം മാറിയിട്ടുണ്ട് അല്ലേ? എന്താ കാരണം? ആനന്ദത്തിലായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഉണർന്നു കഴിഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് അടുത്ത നിമിഷം പറയുന്നുണ്ട്. അവിടെ അറിവില്ലായ്മ എന്നുള്ളതൊന്നുണ്ട് അവിടെ. മറ്റേത് അങ്ങനെയല്ല, അറിഞ്ഞുകൊണ്ടാണ് പോണത്, ഇത് അറിവില്ലാതെയാണ് പോണത്. അതായത് സുഷുപ്തി ആനന്ദക്കാര് അറിവില്ലായ്മ കൊണ്ടാണ് അത് ആനന്ദമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആനന്ദം തെറ്റിദ്ധരിക്കാതെ അത് തന്നെയാണ് എൻ്റെ സ്വഭാവം, സ്വന്തം ഭാവം അതാണ്. പിന്നെ സ്ഥൂലദേഹത്തിൽ ബോധം വരുമ്പോഴേക്കും എന്തായി? അപ്പോഴേക്ക് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇൻ്റെയാണ് മറ്റതാണ് മറിച്ചതാണ് ഇതെൻ്റെ ഇത് നിൻ്റെ. എവിടെ നിൻ്റെ എൻ്റെ ഉണ്ടോ അപ്പം എന്തുണ്ടായി? യുദ്ധമായി. അത് വീട്ടിലായാലും ആയി, നാട്ടിലായാലും ആയി, ഇനി കുരുക്ഷേത്ര ഭൂമിയിലായാലും ശരി, യുദ്ധം തന്നെയാണ്. ഞാനും നീയുണ്ടോ? യുദ്ധമായി. ഞങ്ങളും നിങ്ങളുണ്ടോ? യുദ്ധമായി. സുഷുപ്തിയിൽ അങ്ങനെയല്ല. എല്ലാറ്റിലും ഞാൻ ഏകനാണ്. അവിടെ ഏകവചനാണത്. ഞാനും കൂടിയാ ഞങ്ങളായി. പക്ഷേ എല്ലാറ്റിലും ഞാൻ ഏകനാണ്. അത് ഏകവചനാണ്. ഒന്നുമായിട്ടൊരു ബന്ധമില്ല. ഏകാന്തപതികനാണ്. അതുകൊണ്ട് യഥാ ഏകസ്മിൻ ഘടാകാശേ രജോ ധൂമാദിഭിः യുതേ സംയുക്തേ ന സർവേ ഘടാകാശാദയഃ തദ്രജോ ധൂമാഭിः സംയുജ്യന്തേ തദ്വത് ജീവ സുഖാദിഭിः. ഒരു ഘടാകാശം രജസ്സോടോ ധൂമത്തോടോ ചേർന്നതായിരിക്കുമ്പോൾ എല്ലാ ഘടാകാശങ്ങളും ആ രജോ ധൂമാദികളോട് ചേർന്നിരിക്കുന്നില്ലല്ലോ. അതുപോലെ ഒരു ജീവൻ അനുഭവിക്കുന്ന സുഖാദികൾ മറ്റുള്ള ജീവങ്ങൾക്കും ഉണ്ടാവുകയില്ലേ? അപ്പോൾ ഒരു ജീവൻ ദുഃഖം അനുഭവിക്കുമ്പോൾ എല്ലാ ജീവനും ദുഃഖം അനുഭവിക്കേണ്ടേ? ഒരു സൂര്യനാണ് എല്ലാ കണ്ണാടിയിലും പ്രതിഫലിക്കുന്നതെങ്കിൽ ഇല്ല. ദൃഷ്ടാന്തം കൊണ്ടാണ് ബോധിപ്പിക്കുന്നത്. ഒരു കണ്ണാടിയിൽ ചുവപ്പ് കവർ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചുവപ്പ് സൂര്യനാണ്, മറ്റൊന്ന് പച്ച കവർ കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിൽ പച്ച സൂര്യനാണ്. പക്ഷെ സൂര്യൻ വാസ്തവത്തിൽ ഒന്നാണ്. ഇതൊക്കെ ഉപാധിഗതമാണ്. അതുകൊണ്ടാണ് നമ്മൾ പട്ടീനെ കൊണ്ടുവന്ന് കിടക്കേ കിടത്താത്തത്. ഉപാധിഭേദമുണ്ട്. അല്ല, സർവത്തിലും ബ്രഹ്മദൃഷ്ടി കൈവന്നവർക്ക് പിന്നെ പ്രശ്നമല്ല. അവിടെ പിന്നെ എന്താ പ്രശ്നം? ഈ അവധൂതന്മാരൊക്കെ അല്ലേ, അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കും, ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ശരിക്കും വേണ്ടത് അത് തന്നെയാ. ശരിക്കും അത് തന്നെയാണ് വേണ്ടത്. ഭേദം ഉണ്ടാവരുതല്ലോ. ഭേദമല്ലേ കുഴപ്പം. ആ തലത്തിലെത്തണം. ഇല്ലത്തുനിന്ന് വീടും ചെയ്തു അമ്മാത്തോട്ട് എത്തിയിട്ടും ഇല്ലാറുന്ന സ്ഥിതിയാണ് കുഴപ്പം. അല്ല, ഇല്ലത്തുനിന്ന് വീടും ചെയ്ത് അമ്മാത്തോട്ട് എത്തിയിട്ടും ഇല്ലാറുന്ന സ്ഥിതി വരെ ആവരുത്. മറ്റോർത്തുനിന്ന് വീടും ചെയ്തു അപ്പുറത്തോട്ട് എത്തിയിട്ടും ഇല്ല, അതിൻ്റെ ഇടയിൽ കുടുങ്ങിയാലാ കുഴപ്പം. അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാരും അതേപോലെ തന്നെ തീരെ വിവരമില്ലാത്തവരും രണ്ടും ഒരേപോലെയാണ് കാഴ്ചയ്ക്കുന്നത്.
എന്നില്ലേ? അതെ, ഇടയിലുള്ളവരൊക്കെ പിന്നെയും തിരിച്ചറിയാം. ദേഷ്യം നല്ലോണം പിടിക്കുകയാണെങ്കിൽ ഓരോ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ വർത്താനം കുറച്ച് നേരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതേസമയത്ത് രണ്ട് കൂട്ടരെ മനസ്സിലാക്കാൻ പറ്റില്ല. വറുത്ത പയർവിത്തും വറുക്കാത്ത പയർവിത്തും എപ്രകാരം ഒന്നാണോ അതേപോലെയാണ്. മനസ്സിലായില്ല? അങ്ങേറ്റം തമോഗണകൃത്തത്തിൽ കിടക്കുന്ന ഒരാളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. അയാൾ സത്വഗുണാണോന്നോ തമോ ഗുണാണോന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ചിലപ്പോൾ ആലസ്യവും മടിയനും ആയിരിക്കും. അതിന് വേദാന്തത്തിൻ്റെ പരിവേഷം ചാർത്തിയതായിരിക്കും. എന്നാൽ വേദാന്തത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയവരും അങ്ങനെയാവും. ഇത് തിരിച്ചറിയാൻ പണിയാണ്. അവനവനെ തിരിച്ചറിയാൻ പണിയാണ്, പിന്നല്ലേ മറ്റുള്ളവർ. ഏറ്റവും കൂടുതൽ അറിയാം അവനവനെയാണല്ലോ. അതെ, അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ ആശ്രമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാവും അല്ലേ. ആദ്യം ഒരു വെള്ള വസ്ത്രമാണ് ഉപയോഗിക്കും. അങ്ങനെ ബ്രഹ്മചര്യത്തിൻ്റെ ആദ്യഘട്ടം വെള്ള വസ്ത്രമാണല്ലോ. അപ്പോൾ വെള്ള വസ്ത്രം സ്വീകരിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ചിഹ്നം ഒരു സൈഡ് സഞ്ചിയാണ്. അപ്പോൾ അതൊക്കെ പോയിട്ടോ ഒരു സൈഡ് സഞ്ചി നോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് സർവ്വ ആശ്രമങ്ങളിലും സർവ്വ ക്ലാസ്സിലും പങ്കെടുക്കും, ഒന്നും ഒഴിവാവില്ല. അങ്ങനെ പോയിക്കൊണ്ട് എങ്ങനെ ഇരിക്കും. എന്നാൽ മര്യാദയ്ക്ക് ഒരു സന്യാസം സ്വീകരിക്കുമോ? അതില്ല. എന്നാൽ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുമോ? അതുമില്ല. ഈ രണ്ടും കെട്ട വഴി ശാസ്ത്രം പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഈ രണ്ടും കെട്ട ആൾക്കാർ കുറേ ഉണ്ടാവും ഇല്ല. അതെ, എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കും, എന്നാലും പിന്നെയും പോയി പഠിക്കും. എന്താ പേര് പഠിക്കണമെന്ന് വെച്ചാൽ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊരു പണി, ഈ അഞ്ചലോട്ടം അങ്ങനെ നടക്കുക. ശരിക്കും ഇപ്പോൾ അത് മുഴുവൻ പഠിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. കാരണം അതൊക്കെ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്, പല രൂപത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ എല്ലാം എല്ലാവർക്കും ഉള്ളതാ. ഒരു മാസത്തിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു ഗൃഹസ്ഥാശ്രമി ഒരു ക്ലാസ്സിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. മാസത്തിൽ 28 ദിവസവും ക്ലാസ്, എവിടെയാണ് സ്വാമി ക്ലാസ് എടുക്കുന്നത്, എവിടെ മറ്റൊരു ക്ലാസ് എടുക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ നടന്ന് അവനവൻ്റെ ജീവിതം ജീവിക്കാൻ മറന്നു പോയാൽ അത് നല്ലതാണോ ചീത്തയാണോ? അതിനെയാണ് ഗീതയിൽ തന്നെ വേണം, യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി വിപശ്ചിതഃ വേദവാദരഥാപാർത്ത ജ്ഞാന്യദസ്തീതിവാദിനഃ കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദാം ക്രിയാ വിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപകൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി ഏകേഹ കുരുനന്ദന. ഇത്ര ലളിതമായിട്ടാണ് പറഞ്ഞിരുന്നത്. അവരിങ്ങനെ ഇതൊക്കെ നല്ലതാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു, ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാവും, അത് നല്ലതല്ലേ. സത്സംഗത്തിൽ പങ്കെടുക്കൂ, എന്നും സത്സംഗം. ധന്യരാവും. അനൗൺസ് ചെയ്യുമായിരുന്നു അല്ലേ. അങ്ങനെ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. എവിടെയുള്ളത്? അത് വേദത്തിലാണ് പറയണത്. ഇത് എന്താണ്? ഇത് അർത്ഥവാദങ്ങളാണ്. അർത്ഥവാദങ്ങളിൽ കുടുങ്ങിപ്പോവാണ്. വേദത്തിലെ അർത്ഥവാദങ്ങളിൽ കുടുങ്ങിപ്പോവരുതേ. അക്ഷരാർത്ഥത്തിൽ അത് എടുക്കരുതേ, ലക്ഷ്യാർത്ഥത്തിൽ എടുക്കൂ. പക്ഷെ അധികം ആൾക്കാർ എന്താ ചെയ്യുക? ഓടിയോണ്ടിരിക്കുക. ഇതൊക്കെ ക്ഷേത്ര കമ്മിറ്റിക്കാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പണിയോ. ഇയാൾ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് വേറെ. അടുത്തതിൽ ഉറപ്പാണ് അമ്പലപ്രാവായി വരേണ്ടത്. അമ്പലപ്രാവ് എന്താ? അമ്പലപ്രാവായി വരേണ്ടല്ലേ? പൂർവ്വജന്മകൃതല്ലേ ഈ ജന്മത്തിന് കാരണം. 1ാം ക്ലാസ്സിൽ എന്നും 10 കൊല്ലം ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിച്ചതാന്ന് നമ്മുടെ വലിയ കേമത്താ. അതെ, അത് ഒരു അമ്പലത്തിൽ പറഞ്ഞതാ. ഇവരെ അടുത്തുള്ളത്, വിനുവിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ, ആ പള്ളിക്കൽ ബസാറില്, അവിടെ അമ്പലത്തിൽ ഇന്നാളെന്നോട് പറഞ്ഞു 18 കൊല്ലമായിട്ട് ഇവിടെ നടക്കുക. ഭാഗവതാരം പറഞ്ഞു ഇനി നടത്താതിരിക്കുന്നത് മഹാപാപാണ്. അയാൾക്ക് ആശിട്ടണം, ലക്ഷങ്ങളല്ലേ കൊണ്ടുപോവുക. വേറെ ഒന്നും കേൾക്കാമല്ല, ഭാഗവതം മാത്രമേ പറ്റുള്ളൂ. അതാണ് വലിയ രസം. അത് കേട്ടപ്പോഴേക്ക് മഹാപാപം എന്ന് കേട്ടപ്പോഴേക്ക് സംഘാടകർ ഓടുകയായി. പ്രാവശ്യമുണ്ട് നമ്മളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മളെ പൊതുവെ പ്രഭാഷണത്തിന് ഇപ്പോൾ ക്ഷണിക്കാറില്ല. ചാൻസ് കിട്ടിയാൽ പറയലാവോ, പിന്നെ നമ്മളെ വിളിക്കുമോ? 1ാം ക്ലാസ്സിൽ 10 കൊല്ലം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഞാൻ 10 കൊല്ലാണ് പഠിച്ചു പറഞ്ഞ കേമത്താ. വേണ്ടി വന്നല്ലോ എന്നല്ലേ. പോരെ, വലിയ കേമല്ലേ.
അതിനെയാണ് ഞാൻ ഇവിടെ മാണ്ഡൂക്യ ഉപനിഷത്തില്ലേ ഞങ്ങളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഈശം, കേനം, കടം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, ഇതൊന്നും ഇവിടെ പഠിച്ചില്ല കേട്ടോ. ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ വലിയ കേമത്താ അല്ല. ഇതിലൊക്കെ പറയുന്ന ആശയങ്ങൾ എന്താണ്? ഒന്നാണ്. ഏതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചു ചോദിച്ചാൽ ഇല്ല. മര്യാദയ്ക്ക് പഠിച്ചാൽ പിന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം വേണ്ടല്ലോ. 1180 ഉപനിഷത്തുണ്ട്. അത് മുഴുവൻ പഠിച്ചാലും ഞാൻ തന്നെ മാറുന്നില്ലെങ്കിൽ അല്ല, ആലോചിച്ച് നോക്കും. ഗീതയിൽ അതേപോലെ 18 അധ്യായങ്ങൾ പഠിക്കണം. ഒരൊറ്റ അധ്യായം പഠിച്ചാൽ പോലെ. രണ്ടാം അധ്യായം മുഴുവൻ പഠിക്കണ്ടെന്നേ. 11ാം ശ്ലോകം മുതൽ 25 ശ്ലോകം വരെ പഠിച്ചാൽ അത്യന്ത ബുദ്ധിയുള്ളവർക്ക്. മറ്റൊരു മന്ദബുദ്ധി. അതെ, അത് നിങ്ങൾ കുറെ ടീച്ചർമാരല്ലേ, അപ്പൊ അത്ര മതിയാവുമല്ലോ. ടീച്ചർമാരല്ലേ മുന്നിലിരിക്കണത്. പിന്നെ ബുദ്ധി നല്ല ബുദ്ധി ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വേഗം പഠിച്ചതാണല്ലോ. പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, സത്യ അർജുനൻ പറയുന്നുണ്ട് ഭഗവാനോട്. ഗീത 18 അധ്യായം കഴിഞ്ഞിട്ട് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ആ യുദ്ധക്കളത്തിൽ വെച്ച് ഉപദേശിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല, അതൊന്നുകൂടി പറഞ്ഞു തരുമോ? സത്യ. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ഞാനത് അന്ന് പ്രത്യേക മോഡിലായിരുന്നു എന്ന്. അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്, ഭാഷ വ്യത്യാസമുണ്ട്. മോഡിലായിരുന്നു. അതുകൊണ്ട് അന്ന് പറഞ്ഞ ഇനിയിപ്പോൾ ഓർമ്മ വന്നോളന്നില്ല. എന്നാലും നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാന്നിട്ടാണ് അനുഗീത ഉപദേശിക്കുന്നത്. ആ അനുഗീത എത്ര അറിയോ? ഇത് 18 അധ്യായമാണ് ഭഗവത്ഗീത, മറ്റത് 36 അധ്യായമാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞ വാക്യം എന്താ അറിയോ? ഇതല്ല അർജുന നല്ലത്, അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അല്ലെങ്കിൽ അനുഗീത എടുത്ത് പഠിക്കരുത് നമ്മളൊക്കെ. ഭഗവാൻ അവസാനം പറഞ്ഞിട്ടുണ്ട് ഇതല്ല കേട്ടോ നല്ലത്, മറ്റേ തന്നെ ഏറ്റവും നല്ലത്. അത് പഠിക്കായിരുന്നു. നമ്മൾക്ക് പഠിച്ചാൽ മതിയല്ലോ, കാര്യമൊന്നും മനസ്സിലാവണ്ടല്ലോ. ഭഗവാൻ പറഞ്ഞു അതാണ് നല്ല കാരണം. എന്നാൽ പിന്നെ ഗീതയൊക്കെ മടക്കി വെച്ചിരിക്കും. എന്നിട്ട് അനുഗീതമയ്ക്ക് തുടങ്ങും നമ്മൾ. അപ്പം പിന്നെ വേറൊരു ഗീത ഉപദേശിക്കേണ്ടി വരും. ഗീത കുറേ ഉണ്ട്. മങ്കി ഗീത ഉണ്ട്, അനുഗീത ഉണ്ട്, ഉത്തരഗീത ഉണ്ട്, പരാശര ഗീത ഉണ്ട്, അല്ലേ? അഷ്ടാവക്ര ഗീത ഉണ്ട്, ഒരുപാട് ഗീതകളുണ്ട്. പക്ഷെ ഭഗവത്ഗീതയുടെ സ്ഥാനം വേറൊന്നും കിട്ടിയില്ല. അത് വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നതാണ്, എല്ലാ ജീവനും ഒരേപോലെ അനുഭവിക്കുന്നുണ്ടോയെന്നാണ്. ഇല്ല. വ്യത്യസ്ത ജീവന്റെ പ്രാരബ്ധം അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. എല്ലാം പ്രാരബ്ധമാണ്. ഈ ഉപനിഷത്ത് എടുക്കുക എന്നുള്ളത് എൻ്റെ പ്രാരബ്ധം, കേൾക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രാരബ്ധം, കേൾക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രാരബ്ധം, അടുക്കളയിൽ പണിയെടുക്കുന്നവരെ പറയുന്നത് അത് അടുക്കളയിൽ പണിയെടുക്കുന്നവരുടെ പ്രാരബ്ധം, അല്ലേ? അത് മാറ്റാൻ നമുക്ക് പറ്റുമോ? പറ്റില്ലന്നേ. പ്രാരബ്ധം പുഷ്പുൾ, തള്ളും വലിയ ഒരു തള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തൊരു വലി. അപ്പോൾ അതിനനുസരിച്ചേ വരുള്ളൂ. എന്നാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ കുറേയൊക്കെ ആകുമ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ വരും, ചെറിയ മാറ്റങ്ങൾ വരും. തീവ്ര വേഗാന ആസന്ന, തീവ്ര വേഗം ഉണ്ടായാൽ പെട്ടെന്നാവും. കയ്യിലൊരു തീക്കനൽ വന്ന് വീഴുകയാണ്, കൈ വലിക്കണോ ആലോചിക്കാറില്ല, അത് വലിച്ചിരിക്കും, അത് സംശയമില്ല. അതുപോലെ ഈ ജീവിതത്തിൻ്റെ മിഥ്യാത്വത്തെ ബോധിച്ചവർ എന്തുണ്ടാവും? ഇന്നലകളിൽ കഴിഞ്ഞതിനെ പറ്റി അയവിറക്കാതെ എന്ത് ചെയ്യുന്നു? ഇന്നലകളിലല്ല ജീവിക്കുന്നത്, ഭാവിയിലും അല്ല ജീവിക്കുന്നത്, വർത്തമാനത്തിൽ ജീവിക്കും. വർത്തമാനത്തിൽ കഴിയാം, വീരവാണി ശ്രവിച്ചു വസിക്കാം, ഒട്ടലില്ലാതെ വസിക്കാം, ജന്മമൊട്ടുമെടുക്കാതൊടുങ്ങാം. വിശ്വനിയാമകൻ തൻ്റെ ഇച്ഛ നടക്കട്ടെ എന്നും കർമ്മത്തിൻ മധ്യേ അകർമ്മം നന്നായി ശീലിച്ചുറയ്ക്കാം. ആത്മാവ് ഒന്ന് തന്നെയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതെങ്ങനെ? അതാണ് ആദ്യത്തെ ചോദ്യം. മുഖ്യമാണ് പറയണം. ആത്മാവ് ഒന്ന് തന്നെയാണ്. എല്ലാ സംഘാതത്തിലും ആകാശം പോലെ ആത്മാവ് ഒന്ന് തന്നെയാണെന്ന് ശ്രുതിയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കിടത്തിലായാലും അടത്തിലായാലും ആകാശം ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ആത്മാവ് എല്ലാം ഒന്നിലാണ്. കുടത്തിലുള്ള അഴുക്ക് ആകാശത്തിൽ പിരളും, വായുവിൽ പിരളും. വായു അല്ല, ആകാശം. അതുകൊണ്ട് ബ്രഹ്മം ആകാശം പോലെ എന്നൊരു പദമുണ്ട്. ആകാശത്തിനോട് ഉപമിക്കുന്നുണ്ട്. എന്താ ഉപമിക്കാൻ കാരണം? ആകാശത്തേക്കാൾ സൂക്ഷ്മമായതാണ് ആത്മാവെങ്കിലും ആകാശത്തെ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. അതുകൊണ്ട് സൂക്ഷ്മത്തെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷ്മമാവണം.
സ്ഥൂലമായ ബുദ്ധി കൊണ്ട് സാധ്യമല്ല. സൂക്ഷ്മമാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ ആക്കാൻ പരിശ്രമിക്കണം. യുക്തിയാണ് അവിടെ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ പശ്യന്തിയം യോഗിന. സൂക്ഷ്മാക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും മികച്ചത് ധ്യാനമാണ്. അവർ കാണുന്നു, അല്ലാത്തവർ കാണുന്നില്ല. കാണുക എന്ന് പറയുമ്പോൾ അറിയുന്നില്ല. കണ്ണുകൊണ്ട് കാണലല്ലോ. യദ്യേക ഏവാത്മാ തർഹി സർവത്ര സുഖി ദുഃഖി ച സ്യാത്. ആത്മാവ് ഒന്നാണെങ്കിൽ എല്ലായിടത്തും അത് ഒരുപോലെ സുഖിയായോ ദുഃഖിയായോ ഇരിക്കണം. അങ്ങനെ കാണുന്നില്ലല്ലോ. അതിന് വീണ്ടും മറുപടി പറയാം. സാങ്ക്യന്മാരുടെ ഈ ചോദ്യത്തിന് ന്യായമില്ല. സാങ്ക്യന് ആത്മാവിന് സുഖദുഃഖാദികൾ ഉള്ളതായി വാദിക്കുവാൻ തരമില്ല. എന്തെന്നാൽ സുഖദുഃഖാദികളിൽ എല്ലാം ബുദ്ധിയിൽ ചേർന്നിരിക്കുന്നവയാണെന്നാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത്. ഉപലബ്ധി സ്വരൂപനായ ആത്മാവിന് ഭേദം കൽപ്പിക്കുന്നത് പ്രമാണവുമല്ല. ആത്മാവിന് ഭേദമില്ലെന്ന് വെക്കുന്ന പക്ഷം പ്രധാനം മൂലപ്രകൃതി പരമാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നതിന് ന്യായമില്ലാതെ പോകുമല്ലോ. അപ്പോൾ പറയാണ് അങ്ങനെ വരികയില്ല. എന്തെന്നാൽ പ്രധാനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആത്മാവിൽ സമവായമില്ല. പ്രധാനമുണ്ടാക്കുന്ന ബന്ധമോ മോക്ഷമോ ആകുന്ന കാര്യം പുരുഷന്മാരിൽ പ്രത്യേകം ചേരുന്നു എന്ന് വെച്ചിരുന്നെങ്കിൽ ആത്മാവ് ഒന്നെന്ന് പറയുമ്പോൾ പ്രധാന പരമാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചേരാതെ പോകുമെന്നുള്ളതിനാൽ പുരുഷഭേദം കൽപ്പിക്കുന്നത് യുക്തം തന്നെ എന്ന് പറയാമായിരുന്നു. ഇവിടെ സാങ്ക്യ സിദ്ധാന്തത്തെ പ്രകാരം അനേക സിദ്ധാന്തങ്ങളുണ്ട്. സാങ്ക്യ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അദ്വൈത സിദ്ധാന്തത്തിന് അടുത്ത് വരുന്നതാണ്. ഗീതയിൽ സാങ്ക്യുണ്ട്. അദ്ധ്യായത്തിൻ്റെ പേരായിട്ടല്ല വന്നത്, സാങ്ക്യം ഉപദേശിക്കുന്നുണ്ട്. സാങ്ക്യൻ്റെ ആചാര്യൻ കപില മഹർഷിയാണ്. കാപില സാങ്ക്യം എന്നാണ് പറയുക. അവിടെ ഈശ്വരനും ജീവനും രണ്ടാണ്. 25 തത്വങ്ങളോട് കൂടിയതാണ് സാങ്ക്യമതം. ഈശ്വരനൊന്ന് വേറെ, ജീവനൊന്ന് വേറെ. അദ്വൈതത്തെ അങ്ങനെയല്ല. ഞാൻ ഈശ്വരൻ എന്നുള്ള അദ്വൈതമാണ് അവിടെ, രണ്ടാമതൊന്നില്ല. പക്ഷെ അതറിയാൻ എന്ത് വേണം? സാങ്ക്യൻ്റെ കൂട്ട് വേണം. ആദ്യം തന്നെ നമ്മൾ പറയുകയാണ് ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തോ പിരി അടഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പറയും എന്നെ അറിയില്ലേ. പണ്ടൊരു കഥ പറയുന്നില്ലേ, ഒരു കേട്ടില്ലേ, കലക്ടർ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു അത്ര, ഞാൻ കലക്ടറാണ്, കലക്ടറോടെ. അയാളൊന്ന് ചിരിച്ചു പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെ ഞാൻ ഈശ്വരനാണെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഇത് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ പിന്നെ വേറൊരാൾ പറഞ്ഞു കൊടുത്തു അയാൾ കുറച്ച് പിരി അഴിഞ്ഞതാണ്. അതുപോലെ പിരി അഴിഞ്ഞ സന്ദർഭത്തിൽ ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞു എന്ന് വരും. പക്ഷെ അറിഞ്ഞവർ പറയുന്നു, അല്ലാത്ത എനിക്ക് പറയുന്നു, വേർതിരിച്ചറിയാൻ കഴിയണ്ടേ. നമ്മളെ ആളെ പേര് പറയാൻ പറ്റില്ല, നമ്മളവിടെ തന്നെ ഉണ്ട് ഒരാളല്ലേ, എനിക്ക് എവിടെയും പോകണ്ട, എനിക്ക് എവിടെയും പഠിക്കൊന്നും വേണ്ട, ഞാൻ തന്നെയാണ് ഈശ്വരൻ. കേട്ടില്ലേ? ആളെ പറയില്ല, പേര് പറയില്ല. ഇപ്പം മനസ്സിലായില്ലേ? ആ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സിന് വന്നതാണ്. അതെ അല്ലേ, എനിക്കൊന്നും പഠിക്കേണ്ടത് വേണ്ട, അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാണ്. ഷെയർ മാർക്കറ്റിൽ കുറച്ച് ഇടിവ് വന്ന ആൾ ശോകമൂകനാവും. കാരണം പൈസ കൊണ്ടുപോയിട്ട് ഷെയർ മാർക്കറ്റിൽ ഇട്ടു. അതിൻ്റെ ഇതിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുക വീട്ടിൽ. അതിൽ ചെറുപ്പൊരു ഇടിവ് വന്നാണ്ടല്ലോ ഞാളെ ആനന്ദം അല്ലാതെ പോവും, എപ്പോഴും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈശ്വരനല്ല, അപ്പം ഞാൻ ജീവനാ. ഇങ്ങനെയുണ്ട്. എന്താ? ഇല്ലല്ല, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല ബുദ്ധിയുള്ള ആളാണ്. പക്ഷെ അയാൾക്കാണ് തോന്നുകയാണ് ഞാൻ ബ്രഹ്മാണ്. അങ്ങനെയുള്ളവരെ കൊണ്ടുള്ള കുഴപ്പം എന്താ വെച്ചാൽ അവർക്കൊന്നും കേൾക്കാനും തോന്നില്ല. കാരണം നിറഞ്ഞ ഗ്ലാസ്സിക്ക് പിന്നെ ഒഴിച്ചു കൊടുത്താൽ അത് കഴിഞ്ഞു പോയില്ലേ. കാലി ഗ്ലാസ് ആണെങ്കിൽ പിന്നെ ആയിക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയുള്ളവരെ മാറ്റിയെടുക്കാൻ വലിയ പണിയാണ്. അതാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണം ബ്രഹ്മം, പൂർണ്ണാത്മാ ജഗത്തും. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഗ്രഹിച്ചാൽ പൂർണ്ണം തന്നെ ശേഷമായിട്ട് നിൽക്കൂ. ഇതാണ് അതിൻ്റെ മലയാളം. പൂജ്യത്തിന് വിലല്ലേ? വാസ്തവത്തിൽ പൂജ്യം അല്ല,
അങ്ങനെയല്ല, വാസ്തവത്തിൽ പൂജ്യത്തിനാണ് വില. അതെന്താ മനസ്സിലാക്കാത്തത്? അതുകൊണ്ടാണ് പൂജ്യസ്വാമി പൂജ്യസ്വാമി എന്നൊക്കെ പറഞ്ഞതല്ലേ. എന്താ അവിടെ അവിടെ ഒന്നിനാണോ വില, പൂജ്യത്തിനാണോ? ഒന്നിനല്ല. വില ഏതിനാ? അല്ല, ആലോചിച്ചു. ശരി, പൂജ്യത്തിനാണ് വില. അതുകൊണ്ടാണ് ഈ പൂജ്യസ്വാമി എന്ന് പറയുന്നത്. എല്ലാം ഉണ്ട്, എന്താ, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ അല്ലേ? അതിനല്ലേ വില? എനിക്ക് അതുകൊണ്ടാ പൂജ്യമായത്. അതുകൊണ്ടാണ് പൂജ്യസ്വാമിയായത്. പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങണം. പൂജ്യത്തിന്റെ കണ്ടെത്തൽ അത്ഭുതമല്ലേ? തോന്നുന്നുണ്ട്. ഏതായാലും ഇത് വളരെ രസകരമായൊരു വാക്യാണ്. പൂജ്യൻ, പൂജിക്കപ്പെടേണ്ടത്. ഭാരതത്തിനെ അത് സംഭാവന ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? പ്രത്യേകിച്ച് അത് പിന്നെ മദ്രാസിന്റെ ഭാഗമായിരുന്ന പാലക്കാട് ജില്ലയിൽപ്പെട്ട കേരളത്തിൽപ്പെട്ട പാലക്കാട് ജില്ലയിലാണ് സംഭവിച്ചത്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതാണ് പൂജ്യം. പക്ഷേ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതെ, എല്ലാം ഉണ്ടായിട്ടൊന്നുമില്ലാത്ത, അതുകൊണ്ടാണ് പൂജ്യരായിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, കുറെ പണമുണ്ട്, ഞാനത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഉപേക്ഷിച്ചു എന്നുള്ള തോന്നലുള്ള കാലത്തോളം എന്തുണ്ടാവും? അതിനെ അലട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? ഞാൻ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി വിപശ്ചിതഃ. മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് ഞാൻ ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചതിനെ അലട്ടും. ഞാൻ അമ്മയെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ച അമ്മ എന്നെ എപ്പോഴും ദുഃഖിപ്പിക്കും. അമ്മയല്ല ദുഃഖിപ്പിക്കുന്നത്. എന്താ? ഞാൻ ഭാര്യയെ ഉപേക്ഷിച്ചു, ഭർത്താവിനെ ഉപേക്ഷിച്ചു, കുടുംബം ഉപേക്ഷിച്ചു, വീട് ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചത് എപ്പോഴും തന്നെ ശല്യം ചെയ്യും. വാസ്തവത്തിൽ ഉപേക്ഷിക്കാൻ വല്ലതും സ്വീകരിച്ചിട്ട് വേണ്ടേ? കൊഴിഞ്ഞു പോകണമെങ്കിൽ ആദ്യം സ്വീകരിക്കണ്ടേ? സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അതല്ല ഏറ്റവും വലിയ അറിവ്. കൊഴിച്ച് കളയണ്ടേ? ഡോക്ടർ പറഞ്ഞേ ചായയും കാപ്പി കഴിക്കരുത്, അതും കഴിക്കണ്ടെന്ന്. പിന്നെ അന്ന് തുടങ്ങി 2 ചായ കുടിച്ചിരുന്ന ആള് ചായ വേണം അതെ, ഗയാസ്വാദത്തിന് പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് ഉപേക്ഷിക്കണം. ഞാൻ വെണ്ടയ്ക്ക ഉപേക്ഷിച്ചു. എവിടെ വന്നപ്പോൾ എന്താ വെണ്ടയ്ക്ക ഉണ്ടോ? പുറത്ത് ഉപേക്ഷിച്ചു, അകത്ത് വെണ്ടയ്ക്ക തന്നെ. ഏകാദശിക്ക് ഞാൻ ചോറ് ഉപേക്ഷിച്ചു, അന്നം ഉപേക്ഷിച്ചു, വെറും അന്നം. അപ്പൊ മറ്റത് ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? ഒരു വായയിൽ കൂടെ കഴിക്കില്ല എന്നേ ഉള്ളൂ. മറ്റെന്തായി? മനസ്സിലുണ്ട്. അപ്പൊ മനസ്സിനെയാണോ ഉപേക്ഷിക്കേണ്ടത്, അതോ ബാഹ്യമായിട്ടാണോ ഉപേക്ഷിക്കേണ്ടത്? ഒരാൾ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിക്കണേന് എന്താ കുഴപ്പം, ഞാൻ കഴിക്കാതിരുന്നാ പോരെ? വൃശ്ചിക മാസത്തിൽ മാലിട്ട ഒരാളാണ് ചോദിച്ചത്. അപ്പുറത്തെ ഒരാൾ ഇരുന്ന് 2 കഷ്ണം കഴിക്കുമ്പോൾ നിങ്ങൾ ഇപ്പുറത്ത് 3 പ്രാവശ്യം ഇറക്കുകയാണെങ്കിൽ അവിടെ കഴിക്കാൻ പറ്റില്ല. പറഞ്ഞ കഴിക്കത്തില്ലേ? മറ്റേ ആൾ ചിലപ്പോൾ കഴിക്കുകയായിരിക്കും, അയാൾക്ക് പ്രശ്നമില്ല. അതേസമയത്ത് ഇപ്പുറത്ത് ഇരുന്ന ആളെന്നുണ്ടാവും, വെള്ളം ഇങ്ങനെ ഇറക്കുന്നുണ്ടാവും. അപ്പൊ ഏതാ നല്ലത്? അതുകൊണ്ടാണ് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞത്. സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടവർക്ക് സാഹചര്യങ്ങൾ ഒഴിവാക്കണം. സാഹചര്യങ്ങൾക്ക് ഉപരി എത്തിയ ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എടുത്ത് പറയുന്നൊരു വാക്കാണ്, നാരി അരികത്ത് കിടന്നാലും വികാര തരളിതമാവാത്ത ഹൃദയം ആരൊക്കുണ്ടോ അവരെ ഞാൻ സന്യാസി എന്ന് വിളിക്കുന്നു. അതായത് നായിനെ കൊണ്ടുവന്ന് അടുത്ത് കിടത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാലും
അയാളെ ഞാൻ സന്യാസി എന്ന് വിളിക്കുന്നു. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ, അത് വേണ്ട. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാലും തനിക്ക് താനായിട്ട് ഇരിക്കാൻ പറ്റുമോ? അവിടെയാണ്. അല്ലാതെ സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് തടി ഊരിയാൽ താൻ ഊരുന്നില്ല, തടിയെ ഊരുന്നുള്ളൂ. അതാണ് കുഴപ്പം. അത് അടുത്ത ജന്മത്തിൽ പ്രകടമാവും. അതാണ് ഈച്ച ചത്ത് പൂച്ചയായിടുന്നു, പൂച്ച ചത്ത് നാരി ചത്ത് ഓരിയായി പിറക്കുന്നു എന്നൊക്കെ പറയുന്നതിന് അർത്ഥം. ഈ ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഒരു ഭരണിയിൽ വെച്ച ലഡു തിന്നണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ, എന്നിട്ട് ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അതിലൊരു ഉറുമ്പായിട്ട് വന്ന് ജനിക്കേണ്ടത്. അതിന് അനുയോജ്യമായ മാധ്യമം അതാണ്. ജീവന്റെ പ്രകടീകരണം അതിൽ വരും. അത് പ്രബലമായത് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അതാദ്യം വരും, പിന്നെ അടുത്തത് വരും. ഇപ്പം തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഈ കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഏറ്റവും സംക്ഷിപ്തമായത്, ഏറ്റവും ആദ്യം വരേണ്ടത് അനുഭവിക്കാനപ്പോൾ വന്നത് സഞ്ചിയിൽ വേറെ കിടക്കുന്നുണ്ട്. വരുന്നുണ്ട്. ഏതാണോ പ്രബലം അത് വരും. ഏതാണോ ഏറ്റവും പ്രബലമായിട്ടുള്ള ആഗ്രഹം അത് ആദ്യം വരും. അട്ടിക്ക് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പതി പരിഗണന അനുസരിച്ചിട്ട് അത് മോളിക്ക് വരും. മറ്റേ ആളെ കണക്ക് എങ്ങനെയും തെറ്റില്ലല്ലോ. മറക്കില്ല. മറന്നാ പറ്റൂല. മറന്നാ പോയില്ലേ. അവസരം വരുമ്പോ ഓർമ്മ വരും. ഇനി അല്ലെങ്കിൽ സ്വപ്നത്തിൽ വരും. അപ്പൊ ഉറപ്പാ. ജാഗ്രത സംസ്കാരമാണല്ലോ സ്വപ്നമായിട്ട് വരുന്നത്. ചിലപ്പോൾ നമ്മൾ തീരെ ഓർക്കാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ വരും. പക്ഷെ അത് ഘടിക്കാത്തതാവും. അഘടിത ഘടന പടീയസി മായ. ഞാൻ ആനപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ കിടക്കുന്ന റൂമിനുള്ളിലാവും. ഒരിക്കലും ആന അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല എനിക്കറിയാം. അപ്പം ഘടിക്കാത്തതിനെ കൊണ്ടൊന്ന് ഘടിപ്പിക്കും. അപ്പം ഞാൻ ആനപ്പുറത്ത് കയറണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ റൂമിൽ വരുമെന്ന് വെച്ചാൽ റൂമിൽ ഞാൻ കിടക്കണോത്തിയിൽ അതുണ്ട്. അപ്പം അങ്ങനെ ഉള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാവും. അത് പറക്കണ പട്ടീനെ കണ്ടുന്ന് വരും. പറക്കുന്ന ജീവിയുടെ ചിറകും പട്ടിയുടെ സ്വരൂപം കൂടി കൂട്ടി യോജിപ്പിക്കും. അങ്ങനെയൊക്കെ വരും. ഘടിക്കാത്തതിനെ ഘടിപ്പിക്കും, പക്ഷെ ഇല്ലാത്തത് കാണില്ല, കാണാത്തത് കാണില്ല, സംസ്കാരമായിട്ട് രൂപപ്പെടാത്തത് കാണില്ല. അപ്പം അതിനനുസരിച്ച് അനുയോജ്യമായത് ചിത്രഗുപ്തന് കണക്ക് പറ്റില്ലല്ലോ. ചിത്രഗുപ്തനൊക്കെ എന്തിനെടുക്കണം? ഇന്നിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ യുഗം, ഇൻ്റർനെറ്റ് യുഗം എടുത്താൽ തന്നെ നമ്മൾ പറയാതെ തന്നെ, നമ്മൾ ഒന്നും ഓർമ്മിക്കാതെ തന്നെ അതൊക്കെ എത്ര രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെയും ചിട്ടപ്പെടുത്തിയ കമ്പ്യൂട്ടർ ഉള്ള അയാൾ രേഖപ്പെടുത്തുന്ന ചിത്രഗുപ്ത ഉണ്ടല്ലോ, അയാൾക്കിത് തെറ്റുമോ? അയാൾ ഓരോ സമയത്തും ഗുപ്തമായി ചിത്രണം ചെയ്യുന്ന ആളാണ്. ഗുപ്തമായി രഹസ്യമായിട്ട് എഴുതി വയ്ക്കുന്ന ആളാണ്. ചെയ്തത് മുഴുവൻ മനസാക്ഷി രൂപേണ. ചിത്രഗുപ്തൻ മനസാക്ഷി രൂപേണ ഉള്ളിൽ ഓരോന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫാണ് അടുത്തത്. അത് തെറ്റുപറ്റില്ല, അത് മായ്ക്കാൻ പറ്റില്ല. മറ്റേ ആ കടലിടുക്ക് കൂടെ വരുന്ന കേബിൾ മുറിഞ്ഞാൽ അവിടുത്തെ ഇൻ്റർനെറ്റ് മുഴുവൻ തുമ്പില്ലാതാവുന്നതാണ്. ഈ കേബിൾ മുറിയൂല, കേബിളില്ല. വയർലെസ്സാ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അയാൾ സർവജ്ഞനാണ്. അതുകൊണ്ട് ആത്മമനസ്സംയോഗം കൊണ്ട് ഒരു സ്മൃതി ഉണ്ടാകുന്ന സമയം മറ്റു സ്മൃതികളും ഉണ്ടാകേണ്ടതാണെന്ന് വരും. എന്തെന്നാൽ അസമവായി, കാരണം എല്ലാത്തിലും ഒന്നു തന്നെയാണല്ലോ. അപ്പോൾ ഭിന്നജാതീയങ്ങളും സ്പർശാദിഹീനങ്ങളുമായ ആത്മാക്കൾക്ക് മനസ്സ് മുതലായവയോട് സംബന്ധമുണ്ടാകുന്നു എന്ന് പറയുന്നത് യുക്തമല്ല. രൂപാദികളായ ഗുണങ്ങളും കർമ്മം, സാമാന്യം, വിശേഷം, സമവായം എന്നിവയും ദ്രവ്യത്തിൽ നിന്നും ഭിന്നങ്ങളായിട്ട് അന്യന്മാർ സ്വീകരിക്കുന്നില്ല. അതിനാൽ ഭിന്നജാതീയങ്ങളും സ്പർശാദിഹീനങ്ങളുമായ ഗുണാദികൾക്ക് ദ്രവ്യത്തോട് സംബന്ധമുണ്ടാകുന്നത് പോലെ ആത്മാവിന് മനസ്സ് മുതലായവയോട് സംബന്ധമുണ്ടാകുമെന്ന് വാദിക്കാനും തരമില്ല. ഈ ആത്മാക്കൾ എന്നുള്ള വാക്യം തന്നെ തെറ്റാ. ഒക്കെ നമ്മുടെ വാക്കിൻ്റെ പരിമിതി ഇതിലൊക്കെ ഉണ്ട്. വാക്കുകൊണ്ട് പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയാത്തതിന് വാക്കുകൊണ്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനതകൾ ശാസ്ത്രത്തിലുണ്ട്. ആത്മാക്കൾ എന്ന് പറയാറുണ്ട്, പക്ഷെ ആത്മാക്കൾ ഇല്ല, ആത്മാവേ ഉള്ളൂ. ജീവനുകളുണ്ട്. ആത്മാവാണ് ജീവരൂപത്തിൽ പ്രകടം, ജീവഭാവത്തിൽ പ്രകടാവുന്നത്. ജീവന് സ്വതസിദ്ധമായ ഭാവമില്ല. നിഴലിന് സ്വതസിദ്ധമായ ഭാവമല്ല. നിഴലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് അധിഷ്ഠാനം വേറെ വേണം.
പാമ്പ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അധിഷ്ഠാനമായ കയറുണ്ടാവണം. കയറില്ലെങ്കിൽ പിന്നെ പാമ്പ് ഉണ്ടാവണില്ല. ഒരു ചെമ്പരത്തി പൂവ് ഒരു സ്ഫടികത്തിൻ്റെ പിന്നിൽ വെച്ചാൽ ആ സ്ഫടികം ചുവപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ചെമ്പരത്തി പൂവും സ്ഫടികവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതുപോലെ ജീവൻ്റെ പ്രക്രിയകളിലൊന്നും ആത്മാവിന് ബന്ധമില്ല. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒക്കെ നമ്മൾ ആത്മാവിൻ്റെ പേരിൽ ആരോപിക്കും. ഈശ്വരൻ വരച്ച വര, ഈശ്വരൻ അല്ലേ, ഈശ്വര വിധി. വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഈശ്വര വിധി എന്ന് പറഞ്ഞ് ഒഴിയുന്ന ആൾക്കാർ പലപ്പോഴും തൻ്റെ മാറ്റം കൊണ്ടുവരാൻ തയ്യാറല്ല. ഏത് പഠിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇരിക്കുന്നവർ തന്നെ ഞാൻ ഇരിക്കും. കാരണം ഒക്കെ ഈശ്വരൻ വേണമെങ്കിൽ ഈശ്വരൻ അങ്ങോട്ട് വായ തുറന്ന് അണ്ണാക്കിക്ക് അങ്ങോട്ട് ഇറക്കി തന്നാൽ ഞാൻ കുടിച്ചോളാം. അങ്ങനെയല്ല. ഇതാണല്ലോ ദക്ഷിണാമൂർത്തിയുടെ ചിഹ്നം, ജ്ഞാനമുദ്ര. ഇത് ജീവൻ ഈ വിരലാണ്, ചൂണ്ടുവിരൽ. ഈ ചൂണ്ടുവിരലിൻ്റെ ഉപയോഗം എപ്പോഴും എന്താ? നീ എന്ത് ചെയ്തു, നീ അങ്ങനെ ചെയ്തില്ലേ? അപ്പം 3 വിരൽ ഇങ്ങോട്ടുണ്ട്, ഞാൻ കേമനാണ്. ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടണമെങ്കിൽ 3 വിരൽ ഇങ്ങോട്ട് ചൂണ്ടുന്നുണ്ട്. നീ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേമനാണെന്നുണ്ട് അല്ലേ? ഈ ഞാൻ എന്നുള്ള ഘനീഭൂതമായിരിക്കുന്ന അവസ്ഥയിലെ നീ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനും നീയില്ല. അത് ജീവൻ്റെ ഭാവമാണ്. എന്നിൽ നിന്ന് ദൃഷ്ടി മാറ്റുന്നത്, അതായത് ഞാനും നീയും ഞങ്ങളും നിങ്ങളും ഉണ്ടാക്കുന്നത് ഏതാണ്? ജീവഭാവത്തിലാണ്. ഒന്നുപോലെയില്ല. ഒന്നുപോലെ ഇല്ലാതെ ഉള്ളതിൽ ഒന്നു മാത്രമുണ്ട്, ഇങ്ങനെ കാണുന്നു. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, ദശമനെ അറിയാത്ത കാലത്തോളം, പത്താമനെ അറിയാത്ത കാലത്തോളം. പത്താമന് കഥ കേട്ടില്ലേ? 10 ആള് പുഴ അടക്കാൻ പോയി, ഒരാളെ കാണാനില്ല. ആകെ കരച്ചിലായി, പിഴിച്ചിലായി. അപ്പോഴാണ് തിരിച്ചൊരാൾ പുഴ കിടക്കാൻ വരുന്നത്. അയാളോട് ചോദിച്ചു, എന്തിനാ മക്കളെ നിങ്ങൾ കരയണത്? ഞങ്ങൾ വീട്ടിൽ നിന്ന് 10 ആളാണ് പോകുന്നത്, ഒരാളെ കാണാനില്ല. അപ്പോൾ ഒന്ന് എണ്ണാൻ പറഞ്ഞു. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ 9 ഉള്ളൂ. എല്ലാവരും എണ്ണി, അപ്പോഴൊക്കെ 9 ഉള്ളൂ. അപ്പോൾ അയാൾക്ക് കാര്യം പിടിയിട്ടി. നഷ്ടപ്പെട്ട ആളെ ഞാൻ കൊണ്ടുതരാം. അപ്പം തന്നെ ഒരു സന്തോഷമായി. അവിടെയാണ് ഗുരു. നഷ്ടപ്പെട്ട ആളെ കൊണ്ടുതരാന്ന് പറയുമ്പോഴേക്കും ഒരു സമാധാനമായി. അതാണ് ഗുരു. അത്രയേ ഉള്ളൂ ഗുരു. എങ്ങനെ കൊണ്ടു തന്നിട്ടില്ല. ഓരോരുത്തരെയും പിടിച്ച് എണ്ണുന്നവനെ എണ്ണാത്തതാണ് കുഴപ്പം. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ അവനാനെ എണ്ണാൻ മറന്നു. എല്ലാവരും എണ്ണുന്നുണ്ട്. ഈശ്വരൻ വസിച്ചിടുന്ന ഒരു അമ്പലങ്ങൾ ഏതുമേ, എല്ലാ അമ്പലത്തിലും പോകണം. പോയി ആ വസിക്കുന്ന അമ്പലത്തിലേക്ക് പോകണില്ല. പോണതൊക്കെ എവിടേക്കാ? പോണുന്നവന് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ക്ഷേത്രജ്ഞൻ ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സംശയത്തിന് ഇട നൽകാതെ പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതീകമായിട്ട് വെച്ച ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. അവിടെ പോകണമെന്തിനാ? അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് കാണാനാ. ബിംബത്തെ കണ്ട് പ്രതിബിംബത്തെ കാണാനാണ്. അതോ പ്രതിബിംബത്തെ കണ്ട് ബിംബത്തെ കാണാനാണ്. ബിംബം എവിടെയാ? തന്നിൽ താനായിരിക്കുന്നതിനെ കാണാനാണ്. അത് മാത്രം കാണുന്നില്ല. കണ്ണാടി കാണുവോളവും തന്നെ രൂപമേറ്റം നന്നെന്ന് നിരൂപിച്ചു എത്രയും വിരൂപന്മാർ. കണ്ണാടിയും എനിക്കാ നോക്കുകയാണ്. മിനുക്ക് തന്നെ അല്ലേ? പൂജയായിട്ടും വഴിപാടായിട്ടും ഒക്കെ വേണം. എനിക്ക് അവസാനം തോന്നണത് കണ്ണാടിയിലല്ല ചളി പറ്റിയിട്ടത്, മുഖത്താണ്. അത് തോന്നിക്കണമെങ്കിലും വേണം അത് മാറ്റി. അത് ചെയ്യേ വേണ്ടേ? അങ്ങനെ മായ്ച്ച് അത് മറ്റേ കുതിരവട്ടത്ത് പണ്ട് പോയാൽ വെള്ളം കോരുന്ന മാതിരിയാന്ന് പറയുന്നത്. പണ്ട് അങ്ങനെയാണ്, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വട്ടുള്ള ആൾക്കാർ കൊണ്ടുപോയിട്ട് അവിടെ ഇടുമ്പോൾ ആദ്യം വെള്ളം കോരാൻ അപ്പോൾ മൂടില്ലാത്ത ബക്കറ്റ് കൊടുക്കും അത്ര. അതിലിങ്ങനെ കോരും. ഇവർ തിരിച്ച് ചോദിക്കില്ല, അതെന്തിനാ ഞാൻ കോരുന്നെന്ന് ചോദിക്കില്ല. കാരണം വെച്ചാൽ കുറേ കാലം കോരും. അവസാനം കുറച്ചൊക്കെ ഇങ്ങനെ സുഖമായി മരുന്ന് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഗുളികയൊക്കെ കൊടുക്കുന്നുണ്ടാവും, മരുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ കൊടുത്ത് കുറച്ച് മാറ്റം വരുമ്പോൾ ഇവർ ചോദിക്കും, ഇത്ര എന്തിനാ അപ്പം ഞാൻ ഈ പണിയെടുത്തത്, വെറുതെ വ്യായാമം. അത് പറയുമ്പോഴാണ് എന്നാൽ എനിക്ക് മൂടുള്ള ബക്കറ്റിൻ്റെ തരാം. കോരിയിട്ട് ഒഴിക്കണ പാത്രത്തിന് മൂടില്ല. അങ്ങനെയും കുറച്ച് കാലം കോരി. അപ്പോഴേക്കും മരുന്ന് കൊടുക്കണ്ടേ, ഒപ്പം മരുന്നുണ്ട്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്തിനാ ഇപ്പം ഞാൻ ചെയ്യണമെന്ന് തിരിച്ചു വെച്ചു. എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യാം, നല്ല ബക്കറ്റും കൊടുത്തു, നല്ല പാത്രവും കൊടുത്തു. അടുത്ത ദിവസം ഡിസ്ചാർജ്. അപ്പം ഇതേപോലെ നമ്മുടെ ജീവിതമൊക്കെ എന്തിനാ അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂടില്ലാത്ത ബക്കറ്റ് കൊണ്ട് വെള്ളം കോരൽ തന്നെയാണ്. എന്തിനാന്ന് ചോദിച്ച് അല്ലേ, സ്വയം ചിന്തിക്കാൻ ബുദ്ധി പരിപത്തിലാവുമ്പോൾ അപ്പം ഡിസ്ചാർജ് ചെയ്യും. എന്താ അതന്നെയല്ലേ ഇത്, അതന്നെ ചെയ്തോ. അല്ലാത്തവരോട് ഇത് പറയാൻ പോയാന്നുണ്ടാവും, പറയണ നമുക്കാവും വട്ട്. എന്താ സംശയം? ശ്രീരാമകൃഷ്ണദേവനെ വട്ടനാക്കിയ ലോകമാണ് നമ്മുടേത് അല്ലേ? അതെ, കാരണം ഭൂരിപക്ഷം നോക്കിയിട്ടാണല്ലോ വട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരാൾ തൻ്റെ പോലെ അല്ലാത്തവരൊക്കെ വട്ടന്മാരാണ്, സാധാരണ ആൾക്കാരെ അല്ലേ? എല്ലാവരും വട്ടം കറങ്ങുകയാണ്, കല്യാണത്തിന് വട്ടം കറങ്ങണ പോലെ. എത്ര വട്ടം കറങ്ങണം? കറങ്ങുക ഇതല്ലേ, എത്ര വട്ടം കറങ്ങണം അല്ലേ? അതെ, കറങ്ങിക്കോളാ. അപ്പൊ കറങ്ങിയവര് വേണം കറക്കാൻ, അതാണ് വലിയ രസം. അതുകൊണ്ടാണ് ഈ സന്യാസി കല്യാണത്തിന് പോകാൻ പാടില്ല അറിയുന്നത്. അതെ, ഞങ്ങൾ ചേരൂല, ഞങ്ങൾ കറങ്ങാത്തവരാ. അതുകൊണ്ടാണ് അത് യോജിക്കില്ല. തലമുടി തലയിൽ ശോഭിക്കും, ചോറ്റുപാത്രത്തിൽ നല്ലതല്ലല്ലോ. തലയിൽ എത്ര ഉണ്ടായാലും ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടല്ലേ, നിങ്ങളെത്ര ഉണ്ടെന്ന് ഇല്ല. അതേസമയത്ത് എത്ര വലിച്ചാലും തീരുന്നില്ല, ചോറ്റുപാത്രത്തിൽ വെച്ചാലോ സ്ഥാനം തെറ്റിയാൽ ഒന്നും ശോഭിക്കില്ല. അതുപോലെ സന്യാസിമാരെ കല്യാണത്തിന് വിളിക്കരുതെന്ന് പറയുന്നതിന് കാരണം അതാണ്. കറക്കിയവർ വേണം കറക്കാൻ. പിന്നെ അതെല്ലാ അച്ഛമ്മമാരെയും പണിയല്ലേ. ഞാനോ കറങ്ങി, ഇന്ന് വരെ കറങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് കറങ്ങിയവർ ഇനി എൻ്റെ മക്കളും കറങ്ങട്ടെ, ഇങ്ങനെ കറങ്ങുക തന്നെ. അവരെങ്കിലും ഒന്ന് മോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾപ്പിക്കൊന്നുമില്ല. എന്നിട്ട് ദൈവം ഇനി എന്താ അതിലൊരു സുഖം. അതന്നെയാണ് പണി. അതുകൊണ്ട് സ്മൃതികളും ശ്രുതികളും ഒക്കെ ഇതാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. എല്ലാ ശാസ്ത്രവും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പഠിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാരബ്ധത്തിൻ്റെ സഹായം കൂടി വേണം. പ്രാരബ്ധം പൂജ്യ മാനസ്യ, പ്രാരബ്ധം പൂജിക്കണം. എന്നാലും ഉള്ളിലൊരു ഓർമ്മ ഉണ്ടാവും, ഇതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ തിരുത്തലുകൾ വരും. അടുത്തതിലെങ്കിലും നോക്കാം, അത്രേ പറ്റുള്ളൂ. ഇത്രയും സമയം 12 മണിയായി. ഒന്ന് നിർത്തിയിട്ടാക്കാം. ഇതൊന്നും കൂടുതൽ പഠിക്കാൻ പറ്റില്ല, ഇത് ഉപനിഷത്തല്ലേ. അതെ 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 അതാദ്യം കഴിഞ്ഞു, കുറച്ച് ഇനി വരുന്നുണ്ട്. അതായത് ശാസ്ത്രത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലക്ഷ്യത്തെക്കുറിച്ച് ആദ്യം ബോധിക്കും, പറയും. പിന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി പിന്നെ പറഞ്ഞുതരും. ഇല്ലെങ്കിൽ മാർഗം ലക്ഷ്യമായി തെറ്റിദ്ധരിച്ചാലോ എന്നുള്ളതാണ് അവരുടെ ഇത്. ലക്ഷ്യം ആദ്യം പറയും. ഹിമാലയത്തിനെ പറ്റിയിട്ട് ആദ്യം വർണ്ണിക്കും. അത് ബഹുഭൂരിപക്ഷം പേർക്കും മനസ്സിലാവില്ല. എന്തുകൊണ്ട്? ഹിമാലയം കാണാത്ത ഒരാളോട് ഹിമാലയത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് സാധാരണക്കാരുടെ അടുത്തേക്ക് എന്നാൽ ലക്ഷ്യം മാർഗമായി തെറ്റിദ്ധരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ലക്ഷ്യത്തെക്കുറിച്ച് പറയണത്. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡൽഹിയിലോ മുസാഫർ നഗറിലോ റൂർക്കിയിലോ മീററ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഹിമാലയ എന്ന് പറഞ്ഞാലോ, അവിടെ മാർഗം ലക്ഷ്യമായി തെറ്റിദ്ധരിക്കരുത് ചേട്ട് ഹിമാലയമായിട്ട് തന്നെ വർണ്ണിക്കും. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയൊക്കെ പറഞ്ഞുതരും. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കയറിയാൽ മതി, അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് 2:30 കയറിയാൽ മതി. മംഗള എക്സ്പ്രസ് ഉണ്ട്, അല്ലെങ്കിൽ KK എക്സ്പ്രസ് മറ്റേ വഴിക്ക് പോകുന്നുണ്ട്. അതിൽ പോയ ആശ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് നിൻ്റെ ലോക്കൽ ട്രെയിനിൽ പോയിട്ട് ഓൾഡ് ഡൽഹി പോയാൽ മതി. അതിൽ 11ാമത്തെ ട്രാക്കിൽ ഋഷികേശിക്കുള്ള വണ്ടി. ഇതൊക്കെ പിന്നെ പറഞ്ഞു കൊടുക്കുക. ആദ്യം തന്നെ അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമോ? പക്ഷെ അത് പറഞ്ഞു കൊടുക്കും. കാരണം മാർഗം ലക്ഷ്യമായി തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ്. അവിടെ ഓങ്കാരത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു, ഇനി മാർഗ്ഗമാണ് പറയുന്നത്. ഈ മാർഗം കഴിഞ്ഞിട്ട് പിന്നെ ആ ലക്ഷ്യത്തെക്കുറിച്ച് കൊണ്ടുവരും. ഇതാണ് ഉപനിഷത്തിൻ്റെ ഒരു ചിട്ട. അപ്പോൾ കഴിച്ചിട്ടില്ല, ഇനി കഴിച്ചിട്ട് കഴിക്കാം.